Hello, welcome to Learnino. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിൽ 7th മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഓടിച്ചു പോവാണ്. 7th മൊഡ്യൂൾ എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് 10 മാർക്കിന്റെ ഒരു സെഷൻ ആണ്. അത് പ്രധാനമായിട്ടൊരു 3 ഭാഗമായിട്ടുണ്ട്. ഒന്ന് റേഡിയോ വേവ് പ്രൊപ്പഗേഷൻ, അതേപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ മോഡുലേഷനെ കുറിച്ചിട്ടും ആന്റിനാസിനെ കുറിച്ചും പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, അനലോഗ് കമ്മ്യൂണിക്കേഷന്റെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. AM, FM, PM, SSB, SC, DSP, SC എന്നൊക്കെ പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് ഡിജിറ്റൽ മോഡുലേഷനിൽ അതിന്റെ ടെക്നിക്കുകൾ, സാമ്പിളിംഗ്, കോണ്ടൻസേഷൻ, എൻകോഡിംഗ് എന്നുള്ള ഭാഗങ്ങളും, പിന്നെ ഈ പറഞ്ഞ സിഗ്നൽസിനെയുള്ള മൾട്ടിപ്ലെക്സിംഗും ഡിമൾട്ടിപ്ലെക്സിംഗും എങ്ങനെ ചെയ്യാന്നുള്ള കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. പിന്നെ അതിന്റെ കൂടെ ഫൈബർ ഓപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾക്ക് ഷോർട്ടായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഈ ടോപ്പിക്കുകൾ എല്ലാം നമ്മൾ നേരത്തെ എല്ലാം റൗണ്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിനെല്ലാം ഒന്ന് ബ്രീഫായിട്ടൊന്ന് ഓടിച്ച് നോക്കുകയാണ് കേട്ടോ. നമുക്ക് നോക്കാം. ഫസ്റ്റ് സെക്ഷൻ തുടങ്ങുന്നത് റേഡിയോ വേവ് പ്രൊപ്പഗേഷൻ ആണ്. റേഡിയോ വേവ് പ്രൊപ്പഗേഷനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് എന്താണ് റേഡിയോ വേവ്സ് എന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ. റേഡിയോ വേവ്സ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. അതിന് ലോങ്സ്റ്റ് വേവ് ലെങ്ത് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഉള്ളത്. യൂഷ്വൽ അതിന്റെ ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത് 3300 GHz അറ്റ് ബിലോ റേഞ്ചിലുള്ള ഫ്രീക്വൻസിയിലുള്ള വേവുകളാണ് ഈ റേഡിയോ വേവ്സ്. അപ്പൊ അതിന്റെ പ്രൊപ്പഗേഷൻ ആണ് റേഡിയോ പ്രൊപ്പഗേഷൻ നമ്മൾ പഠിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ് റേഡിയോ വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്? റേഡിയോ വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന ഫിനോമിന എന്ന് പറയുന്നത് എന്താണ്? ഈ റേഡിയോ വേവ്സ് ട്രാൻസ്മിറ്റർ എന്ന് റിസീവറിലേക്ക് ട്രാവൽ ചെയ്യുന്ന ആ പ്രൊപ്പഗേഷൻ എങ്ങനെയാണ്, അത് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് റേഡിയോ വേവ് പ്രൊപ്പഗേഷനിൽ നമ്മൾ നോക്കുന്നത് അല്ലെ. അപ്പോൾ റേഡിയോ വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോൾ റേഡിയോ വേവ്സ് ഒരു പോർഷൻ നിന്ന്, അതായത് ട്രാൻസ്മിറ്റർ നിന്ന് റിസീവറിലേക്ക് പോകുന്നു, ഒരു എൻഡിൽ നിന്ന് വേറെ എൻഡിലേക്ക് പോവാണ്. ഇതിന് നമ്മൾ സിംപ്ലി വേവ് പ്രൊപ്പഗേഷൻ എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്നും നമ്മൾ അതിനെ പറയാറുണ്ട്. ഇപ്പൊ ഒരു എൻഡിൽ നിന്ന് വേറെ എൻഡിലേക്ക് റേഡിയോ വേവ്സ് ആയിട്ട് നമ്മൾ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. ഈ റേഡിയോ വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് റേഡിയോ കമ്മ്യൂണിക്കേഷനിലാണ് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്നത്. അതായത് സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടു ഷോർട്ട് അല്ലെങ്കിൽ ലോങ് റേഞ്ചസിൽ നമുക്ക് ഇൻഫർമേഷൻസ് ഈ ഒരു പെർട്ടിക്കുലർ റേഡിയോസ് യൂസ് ചെയ്തിട്ട് എന്താ പറയാ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ റഡാറിന്റെ കേസിലും ഡയറക്ഷൻ ഫൈൻഡിങ്ങിന്റെ ആവശ്യത്തിനും അതുപോലെ റിമോട്ട് മെഷീൻ കൺട്രോളിങ്ങിനൊക്കെ ഈ പറയുന്ന റേഡിയോസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഫ്രീ സ്പേസിൽ ഈ രീതിയിലാണ് അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും ഇങ്ങനെ അതിന്റെ പൊളാരിറ്റി ഇങ്ങനെ മാറിയിട്ട് അത് പ്രൊപ്പഗേറ്റ് ചെയ്യാണ് റേഡിയോ വേവ്സ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ മോഡ്സ് ഓഫ് റേഡിയോ പ്രൊപ്പഗേഷൻ ഉണ്ട്. റേഡിയോ വേവ് പ്രൊപ്പഗേഷൻ 4 രീതിയിൽ അതിന് നമുക്ക് മോഡ്സ് ഉണ്ട്. ഒന്ന് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ. ഇത് 4 രീതിയിലാണ്, അതായത് ട്രാൻസ്മിറ്റർ നിന്ന് റിസീവറിലേക്ക് എത്തുന്നത് ഏത് രീതിയിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് 4ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. റേഡിയോ പ്രൊപ്പഗേഷൻ, സ്കൈ വേവ് പ്രൊപ്പഗേഷൻ, സ്പേസ് വേവ് പ്രൊപ്പഗേഷൻ, ട്രോപ്പോസ്ഫെറിക് സ്കാറ്റർ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഈ 3 കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ അത് ഏത് ടൈപ്സ് ഓഫ് വേവ് ആണോ ഉപയോഗിക്കുന്നത്, ഏത് ടൈപ്പ് ഓഫ് രീതിയിലാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയിട്ടാണ് ഈ വ്യത്യാസങ്ങൾ വരുന്നത്. ഇങ്ങനെ ക്ലാസ്സിഫൈ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിൽ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നതിന് നമ്മൾ സർഫസ് വേവ് പ്രൊപ്പഗേഷൻ എന്നും പറയാറുണ്ട്. ഇൻ വിച്ച് ഇവിടെ റേഡിയോ വേവ്സ് എന്ന് പറയുന്നത് സെമി കണ്ടക്ടീവ് സർഫസ് ഓഫ് എർത്ത്, എർത്തിന്റെ ഈ മുകളിൽ കൂടെ ഇങ്ങനെ ജസ്റ്റ് പോവാണ് ചെയ്യുക. ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷനിൽ ട്രാൻസ്മിറ്റർ നിന്ന് റിസീവറിലേക്ക് പോകുമ്പോൾ ഒത്തിരി ഡിസ്റ്റൻസ് പോവില്ല, ഇങ്ങനെ സർഫസിൽ കൂടെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഈ പ്രൊപ്പഗേഷൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വെർട്ടിക്കലി പോളറൈസ്ഡ് ആയിട്ടുള്ള വേവ്സ് ആണ് ആവശ്യമായിട്ട് വരിക ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷനിൽ. കാരണം നമ്മളിപ്പോൾ ഹൊറിസോണ്ടലി പോളറൈസ്ഡ് വേവ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് എർത്ത് അബ്സോർബ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ വെർട്ടിക്കലി പോളറൈസ്ഡ് വേവ്സ് ആണ് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവുക. ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷനിൽ ഇങ്ങനെയാണ് അതിന്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ട്രാൻസ്മിറ്റിംഗ് ആന്റിന ഉണ്ട്, എർത്തിന്റെ സർഫസിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ അത് റിസീവിംഗ് ആന്റിനയിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഈ ഒരു പിക്ചർ മനസ്സിലുണ്ടാവണം കേട്ടോ. അടുത്തത് സ്കൈ വേവ് പ്രൊപ്പഗേഷൻ. സ്കൈ വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇവിടെ അപ്പർ അറ്റ്മോസ്ഫിയറിക് ലെയർ, അതായത് അയണോസ്ഫിയർ ആണ് ഇവിടെ റേഡിയോസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് ട്രാൻസ്മിറ്ററിൽ നിന്ന് അയണോസ്ഫിയറിലേക്ക് ഇൻഫർമേഷൻ എത്തിയിട്ട് അവിടെ നിന്നാണ് അത് റിസീവറിലേക്ക് എത്തുന്നത്. അപ്പൊ ഇവിടെ അയണോസ്ഫിയർ ആണ് സ്കൈ വേവ് പ്രൊപ്പഗേഷനിൽ മെയിൻ ആയിട്ട് ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ അയണോസ്ഫിയർ ലെയറിലേക്ക് ഇൻഫർമേഷൻ തട്ടിയിട്ട് അല്ലെങ്കിൽ റേഡിയോസ് തട്ടിയിട്ട് അവിടെ നിന്ന് തിരിച്ച് റിസീവറിലേക്ക് എത്തുക ചെയ്യാം. ഈ അപ്പർ അറ്റ്മോസ്ഫിയറിക് ലെയർ എന്ന് പറയുന്നത് അയണൈസ്ഡ് ആയിരിക്കും, അതായത് ഇലക്ട്രിക്കൽ ചാർജസ് അവിടെ ഉണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സണ്ണിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് റേഡിയേഷൻസ് ഉള്ളതുകൊണ്ടാണ്. അതെപ്പോഴും ആ ഒരു ഭാഗം അയണൈസ്ഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് അതിന് അയണോസ്ഫിയറിക് ലെയർ എന്ന് പറയുന്നത്. അയണോസ്ഫിയർ ഒരു സർഫസിൽ നിന്ന് 60 കിലോമീറ്റർ മുതൽ ഒരു 400 കിലോമീറ്റർ വരെ റേഞ്ചിൽ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവും.
സ്കൈ വേവ് പ്രൊപ്പഗേഷൻ പറയുന്ന സമയത്ത് ഈ രീതിയിലാണ് ട്രാൻസ്മിറ്റർ ആന്റിനയിൽ നിന്നും റിസീവർ ആന്റിനയിലേക്ക് അല്ലേ ഇവിടെ നിന്ന് എന്ത് ചെയ്യാണ് ഈ അയണോസ്ഫിയറിൽ തട്ടിയിട്ട് അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്തിട്ട് വരികയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ ഒന്ന് മനസ്സിൽ കാണാം. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് 3 MHz to 30 MHz ആണ്. ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് പോകുന്നത് ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആ ഒരു ഫിനോമിന പോലെയാണ്. ഈ അറ്റ്മോസ്ഫിയറിൽ തട്ടിയിട്ട് അങ്ങോട്ട് താഴേക്ക് വരികയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ലോങ് ഡിസ്റ്റൻസിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ സ്പേസ് വേവ് പ്രൊപ്പഗേഷൻ തന്നെയാണ് നമ്മൾ ഡയറക്റ്റ് വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അത് ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷൻ എന്നും നമ്മൾ ഇതിനെ പറയാറുണ്ട്, സ്പേസ് വേവ് പ്രൊപ്പഗേഷന്. ഇവിടെ ട്രാൻസ്മിറ്റിംഗ് ആന്റിന എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയി, അതായത് ഇവിടെ നിന്ന് നമ്മുടെ ട്രാൻസ്മിറ്റിംഗ് ആന്റിനയും റിസീവിംഗ് ആന്റിനയും നമ്മളൊരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും അവർക്ക് തമ്മിൽ കാണുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇതൊരിക്കലും എർത്തിന്റെ കർവേച്ചറിനെ ഒന്നും ഫോളോ ചെയ്യുന്നില്ല. നോട്ട് അണ്ടർഗോസ് റിഫ്രാക്ഷൻ ബൈ ദ അയണോസ്ഫിയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ഇത് അതായത് ഗ്രൗണ്ട് വേവ്സ് പോലെ എർത്തിന്റെ കർവേച്ചറിനെ ഫോളോയും ചെയ്യുന്നില്ല, സ്കൈ വേവ് പോലെ അയണോസ്ഫിയർ ലെയറിനെ തട്ടിയിട്ട് താഴത്തേക്ക് വരികയും ചെയ്യുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു, ഹൊറിസോണ്ടലി ഒരു എൻഡിൽ നിന്ന് വേറെ എൻഡിലേക്ക് ഇത് അങ്ങനെ ഹൊറിസോണ്ടലി ആയിട്ട് പോവാണ് ചെയ്യുക സ്പേസ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ഫിഗർ എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഈ ട്രാൻസ്മിറ്റിംഗ് ആന്റിനെയും റിസീവിംഗ് ആന്റിനെയും നേർക്ക് നേർ നിൽക്കുകയാണ് അല്ലെ. അപ്പോൾ ഡയറക്റ്റ് ആയിട്ടാണ് ഈ വേവ് പോകുന്നത്. അപ്പോൾ ഇതാണ് സ്പേസ് വേവ് പ്രൊപ്പഗേഷന്റെ ഫിഗർ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തേണ്ടത്. ഇനി വേറൊരു ടൈപ്പ് ഓഫ് പ്രൊപ്പഗേഷൻ ആണ് ട്രോപ്പോസ്ഫിയറിക് സ്കാറ്റർ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഫോർവേഡ് സ്കാറ്റർ പ്രൊപ്പഗേഷൻ അഥവാ സ്കാറ്റർ പ്രൊപ്പഗേഷൻ എന്നും പറയാറുണ്ട്. VHF, UHF മൈക്രോവേവ്സ് പോലുള്ളതിലൊക്കെയാണ് ഇത് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. ഇതിൽ വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഫോർവേഡ് സ്കാറ്ററിംഗ് എന്ന ഫിനോമിനയിൽ കൂടെയാണ്. അതേപോലെ ഈ പ്രൊപ്പഗേഷൻ ടെക്നിക്ക് പ്രധാനമായിട്ടും ട്രോപ്പോസ്ഫിയറിന്റെ സഹായത്തോടു കൂടിയാണ് നടക്കുന്നത്. അയണോസ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ അത് സ്കൈ ആണ് അല്ലേ. അതേപോലെ ട്രോപ്പോസ്ഫിയറിക് സ്കാറ്റർ പ്രൊപ്പഗേഷനിൽ ട്രോപ്പോസ്ഫിയർ വേണം. അപ്പോൾ ഇവിടെ 160 കിലോമീറ്റർ ടു 1600 കിലോമീറ്റർ ആ ഒരു റേഞ്ച് വരെയുള്ള കമ്മ്യൂണിക്കേഷൻ ഇത് റിലയബിൾ ആയിട്ടുള്ള ഒന്നാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിന്റെ ഫിഗർ എന്ന് പറയുന്നത്. ട്രോപ്പോസ്ഫിയറിൽ തട്ടിയിട്ട് നമ്മൾക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഫേഡിങ്, വയർലെസ് കമ്മ്യൂണിക്കേഷനിൽ എന്താണ് ഫേഡിങ്? ഫേഡിങ് എന്ന് പറയുന്ന ഫിനോമിന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്വാളിറ്റി ഓഫ് റേഡിയോ സിഗ്നൽ എന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റ് ചെയ്യാണ്. ഡിസ്റ്റൻസും ടൈമും ഒക്കെ കൂടുന്ന സമയത്ത് ഒരു ട്രാൻസ്മിറ്ററിന് ഒരു റിസീവറിലേക്ക് അത് പോവുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്മിറ്ററിന് റിസീവറിലേക്ക് പോകും തോറും പല പല പ്രശ്നങ്ങൾ കാരണം അതിന്റെ ഒറിജിനൽ സിഗ്നൽ സ്ട്രെങ്ത് കുറയുന്ന ഫിനോമിനാണ് ഫേഡിങ്. അത് ചിലപ്പോൾ മൾട്ടിപാത്ത് പ്രൊപ്പഗേഷൻ കാരണമോ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ കാരണമോ ഈ ട്രാൻസ്മിഷൻ പാത്തിലുള്ള ഒബ്ജക്റ്റുകൾ കാരണമൊക്കെ ആയിരിക്കും ഈ പറയുന്ന ഫേഡിങ് ഉണ്ടാവാനുള്ള സാധ്യത. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും കൃത്യമായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ റിസീവറിലേക്ക് എത്തുന്നില്ല. പല ഭാഗത്തുകൂടെ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് തന്നെ അതിനിടയിൽ കുറേ ഒബ്ജക്റ്റുകളൊക്കെ ഉണ്ട്. ചിലപ്പോൾ മലയും കാടൊക്കെ കടന്നിട്ടായിരിക്കും സിഗ്നൽ പോകുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സിഗ്നൽ സ്ട്രെങ്ത് കുറയാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഫേഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞ വയർലെസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ, പർട്ടിക്കുലർലി ഹൈ ഫ്രീക്വൻസി ബാൻഡിലൊക്കെയാണ് കൂടുതലും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഫേഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും സ്മോൾ സ്കെയിൽ ഫേഡിങ്ങും ലാർജ് സ്കെയിൽ ഫേഡിങ്ങും. സ്മോൾ സ്കെയിൽ ഫേഡിങ് എന്ന് പറയുമ്പോൾ മൾട്ടിപാത്ത് ഡിലേ സ്പ്രെഡും ഡോപ്ലർ സ്പ്രെഡൊക്കെ വരാം. ലാർജ് സ്കെയിൽ ഫേഡിങ്ങിൽ പാത്ത് ലോസ്, ഷാഡോയിങ് ഒക്കെ വരാം. ഇനി മോഡുലേഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. കമ്മ്യൂണിക്കേഷനിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് മോഡുലേഷൻ എന്ന് പറയുന്നത്. എന്തിനാണ് നമുക്ക് മോഡുലേഷൻ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ആന്റിനയുടെ ഹൈറ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും അല്ലേ. ആന്റിനയുടെ ഹൈറ്റ് കുറച്ചു കഴിഞ്ഞാൽ അത്രയും നമുക്ക് എക്സ്പെൻസ് അവിടെ കുറയും. അതുപോലെ സിഗ്നൽ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തിലേക്ക് സിഗ്നൽ പോകുന്ന സമയത്ത് അതൊരിക്കലും മിക്സ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു സിഗ്നൽ മാത്രമായിരിക്കില്ല, അപ്പോൾ ഒരുപാട് സിഗ്നൽസ് പോകും. അപ്പോൾ അവർ തമ്മിൽ മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ഇൻഫർമേഷൻ റിസീവറിലേക്ക് എത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ മിക്സിങ് ഇല്ലാണ്ടാക്കാൻ മോഡുലേഷൻ സഹായിക്കും. കമ്മ്യൂണിക്കേഷൻ്റെ റേഞ്ച് കൂട്ടാൻ സഹായിക്കും. മൾട്ടിപ്ലക്സിങ് നമുക്ക് പോസിബിൾ ആണ്. അതുപോലെ ക്വാളിറ്റി ഓഫ് റിസപ്ഷൻ ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ ഈ പറയുന്ന മോഡുലേഷൻ കൊണ്ട് സാധിക്കും. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ തിയറി സെഷനിൽ വെച്ചിട്ടുണ്ടാവും അല്ലേ. എന്താണ് മോഡുലേഷൻ പറഞ്ഞാൽ? വിച്ച് ഈസ് ദ പ്രോസസ് ഓഫ് ഓൾട്ടറിങ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ്, അതായത് ഒരു പെർട്ടിക്കുലർ സിഗ്നലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളത് ആംപ്ലിറ്റ്യൂഡ് ആവാം, ഫ്രീക്വൻസി ആവാം, ഫേസ് ആവാം, അതൊക്കെ മാറ്റാണ് അല്ലേ. ആൻഡ് ഓഫ് ദ ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ഇൻ അക്കോർഡൻസ് വിത്ത് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ദ മോഡുലേറ്റിംഗ് വേവ്. അതായത് നമുക്കറിയാം ഒരു രണ്ട് വേവ് ഉണ്ട്. ഒരു മെസ്സേജ് സിഗ്നലും ഉണ്ടാവും,
അതേപോലെ തന്നെ ഒരു കരിയർ സിഗ്നൽ ഉണ്ടാവും. കരിയർ സിഗ്നൽ എന്ന് പറയുമ്പോൾ ഹൈ ഫ്രീക്വൻസി ആണ് കരിയർ സിഗ്നൽ എന്ന് പറയുന്നത്. മെസ്സേജ് സിഗ്നൽ അത്ര ഹൈ ഫ്രീക്വൻസി ആയിരിക്കില്ല. അപ്പോൾ ഈ മെസ്സേജ് സിഗ്നൽ എങ്ങനെയാണോ അതിനനുസരിച്ച് ഈ കരിയറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഫേസും ആംപ്ലിറ്റ്യൂഡും ഒക്കെ മാറ്റുന്നത്. ഫേസ് ആണ് മാറ്റുന്നെങ്കിൽ അത് ഫേസ് മോഡുലേഷൻ എന്ന് പറയും. ആംപ്ലിറ്റ്യൂഡ് ആണ് മാറ്റുന്നതെങ്കിൽ, കരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാറ്റുകയാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, കരിയറിൻ്റെ ഫ്രീക്വൻസി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി മോഡുലേഷൻ എന്നാണ് പറയാം. ഇതാണ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ. ഒത്തിരി ടൈപ്പ് ഓഫ് മോഡുലേഷൻ ഉണ്ട്. അതാണ് ഇപ്പം ഞാൻ പറഞ്ഞ 3 അപ്പോൾ ഇതിൽ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് സിഗ്നൽ ഈ രീതിയിലാണ് നമ്മൾ കൊടുക്കുക. സിനുസോയ്ഡൽ കരിയർ വേവ് എന്ന് പറയുന്നത് VC, കരിയർ ആണെങ്കിൽ VC × sin ωCT + θ എന്നൊക്കെയുള്ള ഇക്വേഷനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ തിയറി സെക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുള്ളതായിരിക്കും. അപ്പോൾ അത് നോക്കുക, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക അതിൻ്റെ ഇക്വേഷനൊക്കെ എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ടൈപ്സ് ഓഫ് മോഡുലേഷൻ നമ്മൾ പറഞ്ഞു അല്ലേ. അത് 3 ടൈപ്പ് ഓഫ് മോഡുലേഷൻ ഉണ്ട്. ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, ഫേസ് മോഡുലേഷൻ. ഇവിടെ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും ഫേസ് എല്ലാം തന്നെ കരിയറിന്റെ വ്യത്യാസം വരുത്തുകയാണ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ മെസ്സേജ് സിഗ്നൽ. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ 3 തരത്തിലുള്ള മോഡുലേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നത് എന്താ ചെയ്തിരിക്കുന്നത്, സൂപ്പർ ഇമ്പോസിംഗ് ദ ബേസ് സിഗ്നൽ വിത്ത് കരിയർ സിഗ്നൽ ഹാവിംഗ് ഡിഫറെന്റ് ആംപ്ലിറ്റ്യൂഡ്. പക്ഷെ അവിടെ ആംപ്ലിറ്റ്യൂഡ് മാത്രമേ മാറുന്നുള്ളൂ, ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ അവിടെ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ അതിനെയാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയാം. അപ്പോൾ AM-ൽ നമുക്ക് ജനറേഷൻ ചെയ്യാം, AM ജനറേഷനും ചെയ്യാം, നമുക്ക് ഡിറ്റക്റ്റും ചെയ്യാം. ഡിറ്റക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് എൻവലപ്പ് ഡിറ്റക്ഷൻ പ്രോസസ്സ് എന്ന് പറയാം. ഓക്കെ, ഫേസ് മോഡുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളുടെ കരിയർ സിഗ്നലിന്റെ ഫേസ് ആണ് നമ്മൾ മാറ്റുന്നത്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു മെസ്സേജ് സിഗ്നൽ. ഓക്കെ, ഫ്രീക്വൻസി ആണെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ഫ്രീക്വൻസിയിലായിരിക്കും. അത് ഫ്രീക്വൻസിയാണ് കരിയർ സിഗ്നലിന്റെ മാറ്റുന്നത് വിത്ത് റെസ്പെക്ട് ടു മെസ്സേജ് സിഗ്നൽ. ഓക്കെ, അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 ഫോർമുലാസ് ആണ് ഈ പറയുന്നത്. പ്രത്യേകിച്ചിട്ട് മോഡുലേഷൻ ഇൻഡെക്സ് അഥവാ പെർസെൻറ്റേജ് മോഡുലേഷൻ എന്ന് നമ്മൾ പറയുന്നത്. MA = എന്താണ്, പെർസെൻറ്റേജ് മോഡുലേഷൻ ആകുമ്പോൾ × 100 വരാം. നമ്മൾ M എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. M = VM/VC അല്ലേ. VM/VC, മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ഡിവൈഡ് ബൈ കരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ്. അതിന്റെ കൂടെ ഒരു × 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പെർസെൻറ്റേജ് മോഡുലേഷൻ കിട്ടും. ഈ ഇതിൽ കൂടെയുള്ള പവർ, ടോട്ടൽ പവർ കിട്ടണമെങ്കിൽ ഏതിൻ്റെയൊക്കെ പവർ നമ്മൾ കൂട്ടണം, അതിന്റെ ഓരോ സൈഡ് ബാൻഡും അല്ലെ. മെസ്സേജ് ആംപ്ലിറ്റ്യൂഡ് അതിങ്ങനെയാണല്ലോ AM മോഡുലേഷനിൽ നമുക്ക് സിഗ്നൽ വരാം. അപ്പോൾ നടുക്ക് ഒരു കരിയർ സിഗ്നൽ ഉണ്ടാവും, അപ്പുറത്തും ഇപ്പുറത്തും 2 സൈഡ് ബാൻഡുകൾ ഉണ്ടാവും. സൈഡ് ബാൻഡിലാണ് ഇൻഫർമേഷൻ ഉണ്ടാവുക. അപ്പോൾ ഈ സൈഡ് ബാൻഡുകളുടെ പവറും അതുപോലെ കരിയറിന്റെ പവറൊക്കെ കൂടെ കൂട്ടിയാൽ മാത്രമേ നമുക്ക് ടോട്ടൽ പവർ കിട്ടുള്ളൂ. അപ്പോൾ P total = P കരിയർ + P ലോവർ സൈഡ് ബാൻഡ് + P അപ്പർ സൈഡ് ബാൻഡ്. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആയിരിക്കും PT ടോട്ടൽ പവർ = PC × 1 + m²/2 എന്നുള്ളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ PT ടോട്ടൽ പവറും PC എന്ന് പറയുന്നത് കരിയർ പവറാണ്. ഈ പീസിന് താഴെ നിർത്തിയ ഇക്വേഷനാണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ പഠിക്കേണ്ടത് ഈ താഴെ ഞാൻ എഴുതിയിട്ടുള്ള ഈ ഇക്വേഷനാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ്. ഈ പറയുന്ന ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതിന് എഫിഷ്യൻസി കുറവാണ്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന് എഫിഷ്യൻസി കുറവാണ്. അതുപോലെ ഓപ്പറേറ്റിംഗ് റേഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഓപ്പറേറ്റിംഗ് റേഞ്ചിൽ മാത്രമേ ഇതിന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, ലോ എഫിഷ്യൻസി കാരണം തന്നെ. ഓക്കെ, പിന്നെ നോയ്സ് ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് നല്ല ഹെവി നോയ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ നോയ്സ് നമുക്ക് കേൾക്കുള്ളൂ, അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. പിന്നെ ഓഡിയോ ക്വാളിറ്റി വളരെ കുറവാണെന്നുള്ള പ്രശ്നങ്ങളൊക്കെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഉണ്ട്. ഇനി ഫ്രീക്വൻസി മോഡുലേഷനും ഫേസ് മോഡുലേഷനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ എന്തൊക്കെയാണ്. ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് റേഡിയോയിലാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. ഓഡിയോ ഫ്രീക്വൻസീസ്, മറ്റേതിന് ഓഡിയോ ഫ്രീക്വൻസീസ് അങ്ങനെ നല്ലതല്ല പറയുക. അപ്പോൾ FM ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള ഓഡിയോ ഫ്രീക്വൻസീസ് നമുക്ക് കിട്ടും. മാഗ്നറ്റിക് ടേപ്പ് സ്റ്റോറേജ് ഒക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരിക. ഫേസ് മോഡുലേഷൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന ഫ്രീക്വൻസി മോഡുലേഷൻ ഫേസ് മോഡുലേഷൻ ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെയാണ്. ഇതും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഒരു മോഡുലേഷൻ ആണ്. ഇത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ബൈനറി ഫേസ് ഷിഫ്റ്റിംഗ് BPS സ്കെയിൽ അതിലൊക്കെയാണ് നമ്മൾ ഫേസ് മോഡുലേഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആന്റിനാസിനെ കുറിച്ച് പറയാം. കമ്മ്യൂണിക്കേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ പറയുന്ന ആന്റിനാസ് എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് ഇൻഫർമേഷൻ ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാനും ആന്റിന വേണം. ഈ പറയുന്ന ഇൻഫർമേഷൻ തിരിച്ചത് എടുക്കാൻ റിസീവ് ചെയ്യാനും ആന്റിന വേണം. അപ്പോൾ ആന്റിന എന്ന് പറയുന്ന ഡിവൈസ് എന്താ ചെയ്യുന്നത്, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന് സ്പേസിലേക്ക് അങ്ങ് കൊടുക്കുന്നു അല്ലെ. അതാണ് നമ്മുടെ അപ്പുറത്ത് റിസീവിങ് ആന്റിന എന്ത് ചെയ്യുന്നത്, വലിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനാണ് ഈ പറയുന്ന ആന്റിന നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ആന്റിനാസ് പലതരത്തിലുള്ള ആന്റിനാസ് ഉണ്ട്. അതിലൊന്നാണ് ഒമ്നി ഡയറക്ഷണൽ ആന്റിന. ഒമ്നി ഡയറക്ഷണൽ ആന്റിന എന്ന് പറയുമ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് 360 ഡിഗ്രി റേഡിയേഷൻ പാറ്റേൺ ഉള്ളതാണ് ഒമ്നി ഡയറക്ഷണൽ ആന്റിന എന്ന് പറയുന്നത്.
ഇത് യൂസ് ചെയ്യുന്നത് വെൻ കവറേജ് ഇൻ ഓൾ ഡയറക്ഷൻസ് ഫ്രം എൻ ആന്റിന. ഒരു ആന്റിനയിൽ നിന്ന് എല്ലാ ഡയറക്ഷനിലേക്കും നമ്മൾക്ക് വേണമെന്ന്, എല്ലാ ഡയറക്ഷനിലും നമുക്ക് കവറേജ് വേണമെന്നുണ്ടെങ്കിലാണ് ഒമ്നി ഡയറക്ഷണൽ ആന്റിന നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. മറ്റൊന്നാണ് ഡയറക്ഷണൽ ആന്റിന എന്ന് പറയുന്നത്. ഡയറക്ഷണൽ ആന്റിന എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് മാത്രമായിട്ടുള്ള അല്ലേ. അപ്പോൾ ഇവിടെ റീഡയറക്ട്സ് എനർജി റിസീവ്സ് ഫ്രം ദ ട്രാൻസ്മിറ്റർ. ട്രാൻസ്മിറ്ററിന് റിസീവറിലേക്ക് കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രമായിട്ട് നമുക്ക് മതിയെങ്കിൽ അതിന് ആര് വേണം? ഡയറക്ഷണൽ ആന്റിന വേണം. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആന്റിനയാണ് യാഗി ആന്റിന അഥവാ യാഗിയുടെ ആന്റിന എന്ന് പറയുന്നത്. യാഗി ആന്റിന എന്ന് പറയുന്നത് നമ്മൾ യാഗിയുടെ RF ആന്റിന എന്നും പറയാറുണ്ട്. ഇവിടെ നമുക്ക് ഗെയിൻ ഡയറക്ടിവിറ്റി ഒക്കെ വളരെ കൂടുതലായിട്ട് വേണ്ട രീതിയിലുള്ള സമയത്താണ് ഈ ആന്റിന നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ യാഗിയുടെ ആന്റിനയിൽ പ്രധാനമായിട്ടും 3 ടൈപ്പ് ഓഫ് കോമ്പോണൻസ് എലമെന്റ്സ് ഉള്ളത്. ഒന്ന് ഡ്രിവൺ എലമെന്റ്, മറ്റൊന്ന് റിഫ്ലക്ടർ, മറ്റൊന്ന് ഡയറക്ടർ എന്ന് പറയുന്നത്. അത് ഡ്രിവൺ എലമെന്റ് എന്ന് പറയുന്നത് എവിടെയാണ് നമ്മൾ പവർ അപ്ലൈ ചെയ്യുന്നത്. ഇത് നോർമലി ഒരു ഹാഫ് വേ ഡൈപോളോ അല്ലെങ്കിൽ ഒരു ഫോൾഡ് ഡൈപോളോ ഒക്കെയാണ് ഡ്രിവൺ എലമെന്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. റിഫ്ലക്ടർ എന്ന് പറയുമ്പോൾ ജനറലി ഒരു റിഫ്ലക്ടർ ഒക്കെ ഉണ്ടാവുള്ളൂ. ഇത് സാധാരണ മെയിൻ ഡ്രിവൺ എലമെന്റിന്റെ ബിഹൈൻഡ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ദാറ്റ് ഇസ് എ സൈഡ് വേവ് ഫ്രം ദ ഡയറക്ഷൻ ഓഫ് മാക്സിമം സെൻസിറ്റിവിറ്റി. അതാണ് ഈ പറയുന്ന റിഫ്ലക്ടറിന്റെ പർപ്പസ്. ഡയറക്ടർ എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ 1 or more റിഫ്ലക്ടേഴ്സ് നമുക്ക് യാഗിയുടെ ആന്റിനയിൽ കാണാനാവുമെങ്കിൽ, റിഫ്ലക്ടർ അല്ല, ഒന്നിലധികം ഡയറക്ടേഴ്സ് നമ്മുടെ യാഗിയുടെ ആന്റിനയിൽ കാണാനായിട്ട് സാധിക്കും. ഇത് പ്രധാനമായിട്ടും ഡ്രിവൺ എലമെന്റിന്റെ ഫ്രണ്ടിലായിട്ടാണ് ഇത് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. ദാറ്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാക്സിമം സെൻസിറ്റിവിറ്റി. ആ ഭാഗത്തായിട്ടാണ് ആരുണ്ടാവുക? ഈ പറയുന്ന ഡയറക്ടർ ഉണ്ടാവുക. രണ്ടിന്റെ പൊസിഷൻ ഒന്ന് നോക്കി വയ്ക്കുക, റിഫ്ലക്ടറും ഡയറക്ടറും. ഓക്കെ, റിഫ്ലക്ടർ ഒന്നേ ഉണ്ടാവുള്ളൂ കേട്ടോ, ഡയറക്ടർ ഒന്നിലധികം ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ AM-ന്റെ മറ്റുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് എന്ത്? കരിയർ സപ്രസ് ചെയ്യുക എന്ന് പറയുന്നത് അല്ലേ. കരിയർ സപ്രസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. കാരണം ആവശ്യമില്ലാണ്ട് പവർ കരിയറിന് വേണ്ടിയിട്ട് പോകും. കരിയറിൽ ഒരു ഇൻഫർമേഷനും ഇല്ല. അപ്പം അതുകൊണ്ട് സപ്രസ്ഡ് കരിയർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സിംഗിൾ സൈഡ് ബാൻഡ് സപ്രസ് കരിയറും ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ് കരിയർ അല്ലേ. ഒരു സൈഡ് ബാൻഡ് ഉള്ളതും 2 സൈഡ് ബാൻഡ് ഉള്ളതും അതിൽ കരിയർ സപ്രസ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് സിഗ്നൽസ് ആണത്. അപ്പം അതിൻ്റെ മോഡുലേഷനും ഡിമോഡുലേഷനും നമ്മൾ ചെയ്യാറുണ്ട്. അതിൽ DSPSC സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ AM-നെ പോലെ അവിടെ എന്ത് ചെയ്യുന്നില്ല? കരിയർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഒത്തിരി പവർ അവിടെ ലാഭിക്കാനായിട്ട് സാധിക്കും. അവിടെ ഇൻക്രീസ് ഓഫ് ദ കവർ ഇൻ DSPSC കമ്പയർഡ് ടു AM ഫോർ ദ സെയിം പവർ യൂസ് അല്ലേ. സെയിം പവറിൽ തന്നെ നമുക്ക് AM-നേക്കാളും ബെറ്റർ ആയിട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ DSPSC കൊണ്ട് സാധിക്കില്ല. അത് ജനറേറ്റ് ചെയ്യുന്നത് മിക്സറിന്റെ സഹായത്തോടു കൂടിയാണ്. നമ്മൾ ഡിമോഡുലേഷൻ ഇതിൽ ചെയ്യുന്നത് ബൈ മൾട്ടിപ്ലൈങ് ദ DSPSC സിഗ്നൽ വിത്ത് ദ കരിയർ. നമ്മൾ മോഡുലേഷൻ പ്രോസസ്സിൽ എന്ത് ചെയ്യുന്നു അതുപോലെ തന്നെ DSPSCയും കരിയറും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് DSPSCന്റെ ഡിമോഡുലേഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ കിട്ടുന്ന സിഗ്നൽ എന്ത് ചെയ്യണം? പിന്നീട് ലോ പാസ് ഫിൽറ്ററിൽ കൂടെ പാസ് ചെയ്യണം. അങ്ങനെ നമുക്ക് സ്കെയിൽഡ് വേർഷൻ ഓഫ് ഒറിജിനൽ സിഗ്നൽ നമുക്ക് കിട്ടും. ഓക്കെ, ഈ പറയുന്ന DSPSC സിഗ്നൽ ഡിമോഡുലേറ്റ് ചെയ്യാൻ നമുക്ക് സിമ്പിൾ എൻവലപ്പ് ഡിറ്റക്ടർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഡിമോഡുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ റേഡിയോ കമ്മ്യൂണിക്കേഷനിൽ സിംഗിൾ സൈഡ് ബാൻഡ് മോഡുലേഷനും കാണാറുണ്ട്. ഇവിടെ നമ്മൾ ഒരു സൈഡ് ബാൻഡ് മാത്രമേ ഉള്ളൂ, കരിയർ ഇവിടെ സപ്രസ് ചെയ്തിട്ടുണ്ടാവും. അതായത് ശരിക്കും പറഞ്ഞാൽ AM-ൽ നമ്മൾ ഇപ്പോൾ കണ്ടല്ലോ, ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? 2 സൈഡ് ബാൻഡും ഒരു കരിയർ ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരു സൈഡ് ബാൻഡും പോവും, ഒരു കരിയറും പോവും, ബാക്കി ഒരൊറ്റ സൈഡ് ബാൻഡ് അല്ലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് സിംഗിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കരിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈസ് എ റീഫൈൻമെന്റ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ വിച്ച് യൂസസ് ട്രാൻസ്മിറ്റർ പവർ ആൻഡ് ബാൻഡ്വിഡ്ത്ത് മോർ എഫിഷ്യൻ്റ്ലി. അപ്പോൾ ബാൻഡ്വിഡ്ത്തും കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ട്രാൻസ്മിറ്റഡ് പവറും കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സിംഗിൾ സൈഡ് ബാൻഡ് മോഡുലേഷൻ അവോയ്ഡ്സ് ദിസ് ബാൻഡ്വിഡ്ത്ത് ഡബ്ലിംഗ്. നമുക്കറിയാം ഇതിന്റെ ബാൻഡ്വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 2FM ആണ് AM-ൽ അല്ലേ. ഈ പറഞ്ഞ ഡബ്ലിംഗ് ഉണ്ടാവില്ല, ജസ്റ്റ് FM മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? സിംഗിൾ സൈഡ് ബാൻഡിൽ മോഡുലേഷനിൽ കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ആൻഡ് പവർ വേസ്റ്റ് ഓൺ കരിയർ അറ്റ് ദ കോസ്റ്റ് ഓഫ് ഇൻക്രീസ്ഡ് ഡിവൈസ് കോംപ്ലക്സിറ്റി ആൻഡ് മോർ ഡിഫിക്കൽട്ട് ട്യൂണിങ് അറ്റ് ദ റിസീവർ. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ പവർ വേസ്റ്റ് എന്നൊക്കെ കുറയുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഒത്തിരി സർക്യൂട്ടറി നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കണമല്ലോ. അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള സർക്യൂട്ടറി ആവും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യണം. ഇനി നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ആൻഡ് മറ്റ് മോഡുലേഷൻ സിസ്റ്റം വെച്ച് നോക്കുന്ന സമയത്ത് വാല്യൂ ഓഫ് മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? by how much the modulated variable varies around its unmodulated level. Unmodulated level എത്രത്തോളം ഇത് വേരി ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഇത് കരിയർ ഫ്രീക്വൻസി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ മോഡുലേഷൻ ഇൻഡെക്സ് ഇത് എന്തിൻ്റെയാണ്? ഇത് FM-ന്റെ മോഡുലേഷൻ ഇൻഡെക്സ് ആണ്. നമ്മൾ മുമ്പ് പറഞ്ഞത് AM-ന്റെ. അപ്പോൾ ഇവിടെ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ΔF/FM എന്നാണ് അതിൻ്റെ
ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡീവിയേഷൻ, എഫ് എന്ന് പറയുന്നത് മോഡുലേഷൻ സിഗ്നലിന്റെ ഫ്രീക്വൻസിയും കൂടിയാണ്. ഓക്കെ, എഫ് എം സർക്യൂട്ട് എന്ന് പറയുന്ന സമയത്ത് സൗണ്ടിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ആണല്ലേ. നമ്മളിവിടെ കുറച്ച് അഡീഷണൽ ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പ്രീ എംഫസിസ് ഓഫ് ഹയർ ഓഡിയോ ഫ്രീക്വൻസീസ് വിത്ത് കറസ്പോണ്ടിങ്, അതായത് പ്രീ എംഫസിസ് ഡി എംഫസിസ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ട്രാൻസ്മിറ്ററിൽ പ്രീ എംഫസിസ് ചെയ്യും, റിസീവറിൽ വെച്ചിട്ട് ഡി എംഫസിസ് ചെയ്യും. ആൻഡ് ഇത് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓവറോൾ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഒക്കെ എഫ് എം സർക്യൂട്ടിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സിൻസ് എഫ് എം സിഗ്നൽസിന് നമുക്കറിയാം അവിടെ ഫ്രീക്വൻസിയാണ് ചേഞ്ച് വരുന്നത്, അല്ലെ, അവിടെ കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. അപ്പോൾ എഫ് എം റിസീവേഴ്സ് നോർമലി എന്ത് ചെയ്യണം, ഈ കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡ് ആയതുകൊണ്ട് നോയ്സ് ഒക്കെ വരുന്ന സമയത്ത് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിമിറ്റേഴ്സ് ഉണ്ട്. അത് എ എം നോയ്സ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യും. അങ്ങനെ അതിന്റെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പറയുന്ന രണ്ടെണ്ണം കൂടെ അതിൻ്റെ കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ലിമിറ്റർ, പ്രീ എംഫസിസ്, ഡി എംഫസിസ്. ഓക്കെ, ഈ നമുക്കറിയാം രണ്ട് ടൈപ്പ് ഓഫ് എഫ് എം വരുന്നുണ്ട് അല്ലേ, നാരോ ബാൻഡ് എഫ് എം, വൈഡ് ബാൻഡ് എഫ് എം. അപ്പോൾ ഇതിൽ വൈഡ് ബാൻഡ് എഫ് നമുക്ക് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് രണ്ട് മെത്തേഡുകളാണുള്ളത്. ഒന്ന് ഡയറക്റ്റ് മെത്തേഡും രണ്ട് ഇൻഡയറക്റ്റ് മെത്തേഡും എഫ് എം ജനറേഷൻ. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡുകളിൽ പെടുന്നതാണ് റിയാക്ടൻസ് മോഡുലേറ്ററും വരാക്ടർ ഡയോഡ് മോഡുലേറ്ററും. ഇൻഡയറക്റ്റ് മെത്തേഡിൽ വരുന്നതാണ് ആംസ്ട്രോങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ എഫ് എം ഡിമോഡുലേഷൻ ചെയ്യുന്നതിന് കുറേ മെത്തേഡുകളുണ്ട്. ഒന്ന് സ്ലോപ്പ് ഡിറ്റക്ടർ, ഫോസ്റ്റർ സീരീസ് ഡിസ്ക്രിമിനേറ്റർ, റേഷ്യോ ഡിറ്റക്ടർ, പൾസ് ആവറേജിങ് ഡിസ്ക്രിമിനേറ്റേഴ്സ്, ക്വാഡ്രേച്ചർ ഡിറ്റക്ടർ, ഫേസ് ലോക്ക് ലൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ഡിമോഡുലേഷൻ ചെയ്യുന്നതിന് വേണ്ടി ഒത്തിരി മെത്തേഡുകൾ ഫ്രീക്വൻസി മോഡുലേഷനിലുണ്ട്. ഓക്കെ, ഇനി ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എടുക്കുന്ന സമയത്ത് അതൊരു ഫിസിക്കൽ ട്രാൻസ്ഫർ ഓഫ് ഡാറ്റ ഇൻ ടേംസ് ഓഫ് ഡിജിറ്റൽ ബിറ്റ് സ്ട്രീംസ് അല്ലെങ്കിൽ ഡിജിറ്റൽ അനലോഗ് സിഗ്നൽ ഓവർ എ പോയിന്റ് ടു പോയിന്റ് ഓർ പോയിന്റ് ടു മൾട്ടി പോയിന്റ് ചാനൽ. അതായത് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ എങ്ങനെയാണ് ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഡിജിറ്റലിൽ, അവിടെ നമ്മൾക്ക് ഡിജിറ്റൽ ബിറ്റ് സ്ട്രീംസ് അല്ല സീറോസ് വൺസിന്റെ കേസിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഡാറ്റാസ് ഒക്കെ ട്രാൻസ്ഫർ ആവുന്നത്. അപ്പം മോസ്റ്റ് ഫണ്ടമെന്റൽ ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്കുകൾ ബേസ്ഡ് ഓൺ കീയിങ് എന്ന് പറയുന്ന പ്രോസസ്സ് വെച്ചിട്ടാണ് നടക്കുന്നത്. അതിൽ ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ്, ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ്, ഫേസ് ഷിഫ്റ്റ് കീയിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ്ങിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് ആംപ്ലിറ്റ്യൂഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഫേസ് ഷിഫ്റ്റ് കീയിങ്ങിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഫേസസും ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഫ്രീക്വൻസീസ് ആണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെയുള്ള മറ്റൊന്നാണ് ക്വാഡ്രേച്ചർ ആംപ്ലിറ്റ്യൂഡ് കീ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഫൈനൈറ്റ് നമ്പർ ഓഫ് അറ്റ്ലീസ്റ്റ് 2 ഫേസസ് ആൻഡ് അറ്റ്ലീസ്റ്റ് 2 ആംപ്ലിറ്റ്യൂഡ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. 2 ഫേസും 2 ആംപ്ലിറ്റ്യൂഡ്, അതായത് ഫേസും ആംപ്ലിറ്റ്യൂഡ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത് ക്വാഡ്രേച്ചർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ് എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ മോഡുലേഷൻ പ്രോസസ് ആണ്. ഇവിടെ ഡിജിറ്റൽ മെസ്സേജ് സിഗ്നൽ എന്ന് പറയുന്നത് മോഡുലേറ്റ് ചെയ്യുന്നത് ഒരു ഹൈ ഫ്രീക്വൻസി കരിയർ വെച്ചിട്ടാണ്. എല്ലാത്തിലും അങ്ങനെ തന്നെ മോഡുലേഷൻ ചെയ്യുക അല്ലേ. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കരിയർ ഈസ് ചേഞ്ച് അക്കോർഡിംഗ് ടു ദ മെസ്സേജ് സിഗ്നൽ. ഇവിടെ മെസ്സേജിനനുസരിച്ച് കരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് മാറ്റുന്നു. ഇത് ഇറ്റ് ഈസ് സിമിലർ ടു AM when input is equal to high, that is at logic 1 output's amplitude is same as high frequency carrier's amplitude. When input is equal to 0 at logic 0 output is 0. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് AML എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടെ ഇൻപുട്ട് നമ്മൾ 1ഉം 0 ആയിട്ട് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇൻപുട്ട് ഹൈ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ലോജിക് 1 ആയിരിക്കും. അവിടെ ആംപ്ലിറ്റ്യൂഡിന്റെ ഔട്ട്പുട്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഏതിന്റെ കരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് അതിന്റെ അതേ റേഞ്ചിലായിരിക്കും. ഇൻപുട്ട് എന്ന് പറയുന്നത് ലോ ആകുമ്പോൾ ലോജിക് 0 അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നതായിരിക്കും 0 ആയിരിക്കും. ഇതാണ് അതിന്റെ, അതായത് നമ്മൾ കൊടുക്കുന്ന ബൈനറി ഇൻപുട്ട് എന്ന് പറയുന്നത് 0, 1 എന്നുള്ള രീതിക്ക് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കരിയർ അറിയാം ഹൈ ഫ്രീക്വൻസി ഇതെങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ് എന്ന് പറയുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഈ ഹൈ ഉള്ള കേസിൽ മാത്രം നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ലോ കേസിൽ അവിടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല, ഹൈ കേസിൽ വീണ്ടും നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഈ രീതിയിലാണ് അത് പോവാം. എന്താണ് നിങ്ങളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഇനി ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് അഥവാ FSK എന്ന് പറയുന്നത് വിച്ച് ഈസ് കോമൺ ഫോം ഓഫ് ഡിജിറ്റൽ മോഡുലേഷൻ ഇൻ ഹൈ ഫ്രീക്വൻസി റേഡിയോ സ്പെക്ട്രം ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് ടെലിഫോൺ സർക്യൂട്ട്സിലാണ്. ഇവിടെ ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയുന്നത് മോഡുലേറ്റ് ചെയ്യുന്നത് വിത്ത് ഹൈ ഫ്രീക്വൻസി കരിയർ. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഹൈ ഫ്രീക്വൻസി കരിയറിലാണ്. കരിയറിന്റെ ഫ്രീക്വൻസി മെസ്സേജിനനുസരിച്ചിട്ട് മാറുകയാണ് ചെയ്യുക, അതായത് FM ചെയ്യുന്ന പോലെ. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ ഇൻപുട്ട് ഹൈ ആവുക, അതായത് ലോജിക് 1 ആകുമ്പോൾ കരിയർ ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യുന്നു, അതായത് ഫ്രീക്വൻസി കൂടുന്നു. ഇൻപുട്ട് ലോ ആകുമ്പോൾ ഫ്രീക്വൻസി എന്ത് ചെയ്യണം, കുറയാണ് ചെയ്യുക. അതായത് നമ്മളുടെ സിഗ്നൽ ഇങ്ങനെയാണ്, ഇത് 0, ഇത് 1 അല്ലേ, ഇത് 1,
ഇത് 0, ഇത് 1. ഇവിടെ നമുക്ക് ഹൈ ഫ്രീക്വൻസി സിഗ്നൽ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് വരുമ്പോൾ ഹൈ ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കണം? ലോജിക് 1 ആവുന്ന സമയത്ത് കരിയർ ഫ്രീക്വൻസി കൂടുന്നു. അപ്പോൾ 1 ആവുന്ന സമയത്ത് ഫ്രീക്വൻസി നല്ല കൂടുതലായിരിക്കും. 0 ആവുമ്പോൾ ഫ്രീക്വൻസി കുറഞ്ഞിട്ടായിരിക്കും വരിക. പിന്നെയും 1 ആവുമ്പോൾ ഫ്രീക്വൻസി നല്ല കൂടുതലായിരിക്കും, പിന്നെ കുറഞ്ഞിട്ട് വരും. അങ്ങനെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് കീയിങ് ചെയ്യണം ചെയ്യുക. അതാണ് FSK എന്ന് പറയുന്നത്. ഇനി ഫേസ് പറയുമ്പോൾ ഇതുപോലെ തന്നെയാണ്. 1ഉം 0ഉം വരുന്ന സമയത്ത് ഫേസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറണം. അതായത് ഇൻപുട്ട് എന്ന് പറയുന്നത് ലോ ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് എന്ന് പറയുന്നതായിരിക്കും 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. ഓക്കെ, ഇൻപുട്ട് എന്ന് പറയുന്നത് ഹൈ ആവുന്ന സമയത്ത് ഇൻ ഫേസ് ആയിരിക്കും ഇതിന്റെ കരിയർ എന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് ഇവിടെ ഇൻപുട്ട് ഇങ്ങനെ 0, 1 എന്നുള്ള കേസ് എടുക്കുന്ന സമയത്ത് 0 ആവുന്ന സമയത്ത് എന്തായിരിക്കും? മാത്രം 1 ആവുന്ന സമയത്ത് എന്താണോ അതിന്റെ ഇത് ആ രീതിയിൽ അങ്ങോട്ട് പോകും. 0 ആവുന്ന സമയത്ത് ഔട്ട് ഓഫ് ഫേസ് ആവും. അപ്പോൾ അത് തിരിച്ചതാ ഇങ്ങനെയാണ്. നോർമലി ഇങ്ങനെ പോകേണ്ട സാധനം എന്ത് ചെയ്യും? തിരിഞ്ഞിങ്ങനെ വരും അല്ലേ? അതാണ് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിലേക്ക് നമ്മൾക്കിത് കിട്ടുന്നുണ്ടാവാം. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ പോകുന്നതിന് ഇവിടെ എത്തുന്ന സമയത്ത് ഒരു ചെറിയ ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും. ഇതാ ഇങ്ങനെ മാറും. ഇനി ഇവിടെ എത്തുന്ന സമയത്ത് ഇങ്ങനെയുള്ളതാണെങ്കിൽ അതിങ്ങനെ പോകും. ഓക്കെ, നമുക്ക് പഠിച്ചതാണല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ PSK എന്ന് പറയുന്നത്. ഇനി ക്വാഡ്രേച്ചർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നത് ഇവിടെ ബോത്ത് അനലോഗ് ആൻഡ് ഡിജിറ്റൽ മോഡുലേഷൻ ആണ് ആക്ച്വലി. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? കൺവേസ് 2 അനലോഗ് മെസ്സേജ് സിഗ്നൽസ് അല്ലെങ്കിൽ 2 ഡിജിറ്റൽ ബിറ്റ് സ്ട്രീംസിനെ കൺവേ ചെയ്യാണ് ബൈ ചേഞ്ചിങ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് 2 carrier waves using amplitude shift key. Okay, carrier waves in amplitude shift key use ചെയ്ത് ചേഞ്ച് ചെയ്യുന്നു. ഡിജിറ്റൽ മോഡുലേഷൻ സ്കീം അല്ലെങ്കിൽ AM മോഡുലേഷൻ, അനലോഗ് മോഡുലേഷൻ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഇവിടെ 2 കരിയർ വേവ്സ് നമ്മൾ യൂഷ്വലി സിനുസോയിഡ്സ് ആണ് നമ്മൾ എടുക്കുക. അത് ഔട്ട് ഓഫ് ഫേസ് ഈച്ച് അതറായി 90 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിലായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ ക്വാഡ്രേച്ചർ കാരിയേഴ്സ് അല്ലെങ്കിൽ ക്വാഡ്രേച്ചർ കോമ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ മോഡുലേറ്റഡ് വേവ്സ് എന്ന് പറയുന്നത് സം അപ്പ് ചെയ്യും. ആൻഡ് ഫൈനൽ വേവ് ഫോം എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ്ങിന്റെ വേവും അതുപോലെ തന്നെ ഫേസ് ഷിഫ്റ്റ് കീയിങ്ങിന്റെ വേവും കൂടെ ചേർന്നിട്ടുള്ള രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമ്മൾക്ക് QAML ഫൈനലായിട്ട് കിട്ടുക. ഓക്കെ, നമുക്കറിയാം ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് എന്തായാലും നമുക്ക് നാച്ചുറൽ നിന്ന് കിട്ടുന്ന സിഗ്നൽ ഒക്കെ അനലോഗ് ആയിരിക്കും. അതിന് നമ്മൾ എന്തായാലും കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കുന്നില്ല. ഒന്നാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സിഗ്നൽ പ്രോസസ്സിംഗ് ചെയ്യുന്ന സമയത്ത് സാമ്പിളിംഗ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്? സാമ്പിളിംഗ് ഈസ് എ റിഡക്ഷൻ ഓഫ് എ കണ്ടിന്യൂസ് സിഗ്നൽ ടു എ ഡിസ്ക്രീറ്റ് സിഗ്നൽ. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സിഗ്നലിനെ ഡിസ്ക്രീറ്റ് സിഗ്നലാക്കി മാറ്റാനാണ് സാമ്പിളിംഗ് പറഞ്ഞ പ്രോസസ്സ് നമ്മൾ ഉപയോഗിക്കാം. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള സൗണ്ട് വേവിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ സാമ്പിൾസ് ആക്കി മാറ്റുന്നത്. ഇങ്ങനെ ഒരു സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അല്ലേ? അതിന് ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ക്രീറ്റ് വാല്യൂസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സാമ്പിളിങ്ങിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്രൈറ്റീരിയ ഉണ്ട്. വെറുതെ നമുക്കൊരു സിഗ്നലിനെ കൊണ്ട് സാമ്പിൾ ചെയ്യാനൊന്നും സാധിക്കില്ല. നമ്മൾക്ക് സാമ്പിളിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ക്രൈറ്റീരിയനെ പറയുന്ന പേരാണ് നൈക്വിസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അല്ലാതെ നൈക്വിസ്റ്റ് സാമ്പിളിംഗ് തിയറം എന്ന് പറയുന്നുണ്ട്. നൈക്വിസ്റ്റ് സാമ്പിളിംഗ് തിയറം എന്ത് പറയുന്നുണ്ട്? ഫോർ ദ നോമിനൽ സാമ്പിളിംഗ് ഇന്റർവൽ റിക്വയർഡ് ടു അവോയ്ഡ് ഏലിയാസിംഗ്. അല്ലെ, നമ്മളുടെ സിഗ്നലുകൾ തമ്മിൽ ഒരിക്കലും ജോയിൻ ഒന്നും ആവാൻ പാടില്ല. അത് അതുപോലെ തന്നെ നമ്മൾക്ക് ഔട്ട്പുട്ടായി കിട്ടണം. അപ്പോൾ ആ പറയുന്ന ഏലിയാസിംഗ് എന്ന് പറയുന്ന ഫിനോമിന അവിടെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പെർട്ടിക്കുലർ ഇക്വേഷൻ ഫോളോ ചെയ്യേണ്ടതായിട്ട്. അപ്പോൾ സാമ്പിളിംഗ് ഫ്രീക്വൻസി ഷുഡ് ബി at least twice the higher frequency 2FFS is equal to 2FM എന്നുള്ള ഒരു കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അനലോഗ് സിഗ്നലുകളെ നമുക്ക് ഡിജിറ്റൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ ചെയ്ത സിഗ്നൽസ് മാത്രം നമുക്ക് അവസാനം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ നമുക്ക് ഫൈനൽ കിട്ടേണ്ടത് സെയിം അനലോഗ് സിഗ്നൽ അത് കറക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ കറക്റ്റായ ഈ രീതിയിൽ നമ്മൾ സാമ്പിൾ ചെയ്തേ മതിയാവുള്ളൂ. ഇനി അതിലുള്ള മറ്റൊരു ഫിനോമിന സാമ്പിളിംഗ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം പോരാ, അതിനിടയിൽ നമ്മൾ ക്വാണ്ടിസേഷൻ പറഞ്ഞൊരു പ്രോസസ്സും കൂടെ ചെയ്യണം അല്ലേ? ക്വാണ്ടിസേഷൻ ഇൻ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താ? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് മാപ്പിംഗ് എ ലാർജ് സെറ്റ് ഓഫ് ഇൻപുട്ട് വാല്യൂസ് ടു എ സ്മോൾ സെറ്റ് സച്ച് ആസ് റൗണ്ടിങ് വാല്യൂസ് ടു സം യൂണിറ്റ് ഓഫ് പ്രിസിഷൻ. നമ്മൾ പ്രിസിഷൻ വാല്യൂസ് ആക്കി മാറ്റണം അല്ലേ? വാല്യൂസിനൊക്കെ റൗണ്ട് ചെയ്യാണ് ഈ ഒരു പ്രോസസ്സിൽ ചെയ്യാം. ഒരു ഡിവൈസ് അല്ലെങ്കിൽ അൽഗോരിതമിക് ഫംഗ്ഷൻ ഉണ്ട് ഇത് ചെയ്യുന്നതിന്, ഈ ക്വാണ്ടിസേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. തന്നെ പറയുന്ന പേരാണ് ക്വാണ്ടൈസർ എന്ന് പറയും. ദ റൗണ്ട് ഓഫ് എറർ ഇൻട്രൊഡ്യൂസ് ബൈ ക്വാണ്ടൈസേഷൻ ഇസ് റെഫർഡ് ടു ആസ്. നമ്മൾ എത്ര ഇത് കറക്റ്റ് ആണെന്ന് പറഞ്ഞാലും അതിനൊരു എറർ തീർച്ചയായിട്ടും സംഭവിക്കും. നമ്മൾ ഈ റൗണ്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് അവിടെ ചില എററുകൾ സംഭവിക്കും. അതിനെ പറയുന്ന പേരാണ് ക്വാണ്ടൈസേഷൻ എറർ. ക്വാണ്ടിസേഷൻ എറർ എന്ന് പറയുമ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ ആൻഡ് കോഡഡ് വാല്യൂ ഈസ് റെഫേർഡ് അല്ലേ? ശരിക്കുള്ള വാല്യൂ പിന്നെ ഈ പറഞ്ഞ കോഡ് ചെയ്യുന്ന സമയത്ത് അതിനെ റൗണ്ട് ചെയ്യുന്ന സമയത്ത് ഒരു വാല്യൂ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. അതാണ് എന്തെന്ന് പറയുന്നത്? ക്വാണ്ടിസേഷൻ എറർ എന്ന് പറയുന്നത്.
അത് കഴിഞ്ഞ പിന്നെ നടക്കേണ്ട പ്രോസസ്സാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. എൻകോഡിംഗ് ചെയ്യുന്നത് ഒരു എൻകോഡർ പറഞ്ഞ ഡിവൈസിന്റെ സഹായത്തോടു കൂടിയാണ്. എൻകോഡർ ഈസ് എ ഡിവൈസ്, ഒരു ട്രാൻസ്ഡ്യൂസർ ആണ്, സോഫ്റ്റ്വെയർ പ്രോഗ്രാം അൽഗോരിതം ദാറ്റ് കൺവേർട്സ് information from one format to another for the purpose of standardization, speed and security. നമുക്ക് സെക്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അല്ലേ, ഇൻഫർമേഷൻ ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്തേക്ക് കൃത്യമായിട്ട് എത്തുന്നുണ്ടെന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എൻകോഡ് നമ്മൾ ചെയ്യുന്നത്. ടെലികമ്മ്യൂണിക്കേഷനിൽ ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ് ടു ചേഞ്ച് എ സിഗ്നൽ സച്ച് ആസ് ബിറ്റ് സ്ട്രീം ഇൻ ടു കോഡ്. അതായത് ഇൻഫർമേഷൻ വരുന്ന ബിറ്റ് സ്ട്രീമിനെ കോഡാക്കി മാറ്റുകയാണ്. അതിന് പിന്നെയും കോഡാക്കുമ്പോൾ ആ കോഡ് എന്താ പറയുക, ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് മാത്രമേ അത് പിന്നെ അറിയുള്ളൂ. അതുകൊണ്ടാണ് ഇത് നമ്മൾ എൻകോഡ് ചെയ്തും അയക്കുന്നത്. യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന കോഡിംഗ് ടെക്നിക്ക്, ഇങ്ങനെ കോഡാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോഡിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത് ലൈൻ കോഡിംഗ് ടെക്നിക്കാണ്. ഇറ്റ് ഈസ് എ കോഡിംഗ് ടെക്നിക് ഫോളോഡ് ടു കോഡിംഗ് ഓൺലി വൺ ബിറ്റ് അറ്റ് എ ടൈം. ഇവിടെ വൺ സിംഗിൾ ബിറ്റ് അറ്റ് എ ടൈം നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിൽ കോഡ് ചെയ്യാണ് ചെയ്യുക. അതന്നെ നമ്മൾ ലൈൻ കോഡ് പറയുന്നത്. അപ്പോൾ കോമൺ ടൈപ്സ് ഓഫ് ലൈൻ കോഡിംഗ് എന്ന് പറയുന്നത് യൂണിപോളാർ കോഡിംഗ്, പോളാർ കോഡിംഗ്, ബൈപോളാർ കോഡിംഗ്, മാഞ്ചസ്റ്റർ കോഡിംഗ് ഒക്കെയാണ്. ഇതിന് താഴെ പിന്നെയും അതിന് കുറേ കാര്യങ്ങളുണ്ട്. യൂണിപോളാർ കോഡിംഗ് ആണ് റിട്ടേൺ ടു സീറോ എന്ന് പറയുന്നത്. പോളാർ കോഡിംഗ് ആണ് നോൺ റിട്ടേൺ ടു സീറോ ലെവൽ, നോൺ റിട്ടേൺ ടു സീറോ സ്പേസ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെയും അത് കുറേ എണ്ണം ഉണ്ട്. ബൈപോളാർ എൻകോഡിംഗ് ആണ് ആൾട്ടർനേറ്റ് മാർക്ക് ഇൻവേർഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറയുന്നത്. മൾട്ടിപ്ലെക്സിംഗ് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഇസ് എ മെത്തേഡ് ഓഫ് കമ്പൈനിങ് മോർ ദാൻ വൺ സിഗ്നൽ ഓവർ എ ഷെയർഡ് മീഡിയം. അല്ലേ, ഒത്തിരി സിഗ്നൽ എല്ലാം കൂടി ചേർത്ത് ഒരൊറ്റ സിഗ്നലാക്കി നമ്മൾ എന്ത് ചെയ്യാണ്, സെൻഡ് ചെയ്യാണ് മൾട്ടിപ്ലെക്സിംഗിൽ ചെയ്യാം. മൾട്ടിപ്ലെക്സിംഗ് ഡിവൈഡ്സ് ദ കപ്പാസിറ്റി ഓഫ് എ കമ്മ്യൂണിക്കേഷൻ ചാനൽ ഇൻ ടു സെവറൽ ലോജിക് ചാനൽസ് ഈച്ച് ഫോർ എ ഡാറ്റ സ്ട്രീം. മൾട്ടിപ്ലെക്സിംഗ് എന്ത് ചെയ്യും, ഒരു മൊത്തം ചാനലിന്റെ കപ്പാസിറ്റിനെ കൃത്യമായി ഡിവൈഡ് ചെയ്യും. മൾട്ടിപ്ലെക്സ് ചെയ്യുന്നതുകൊണ്ട് ഗുണം എന്താ വെച്ചാൽ സിഗ്നൽസ് തമ്മിലൊന്നും എന്ത് ചെയ്യുന്നുണ്ടാവില്ല, മിക്സപ്പ് ചെയ്യുന്നുണ്ടാവില്ല അല്ലേ. The method of extracting the original data stream from the multiplexed signal is called demultiplexing. ഈ പറയുന്ന സിഗ്നൽസ് നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലെക്സ് ചെയ്ത് വരുന്ന സിഗ്നൽ നമുക്ക് ഫൈനൽ ഔട്ട്പുട്ടിൽ ഡീമൾട്ടിപ്ലെക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുക അല്ലേ. മെനി ടു വൺ പോയിട്ട് എന്താവും ഡീമൾട്ടിപ്ലെക്സ് ചെയ്യുന്ന സമയത്ത് 1 to many ആയിട്ട് മാറും. ഓക്കെ, മൾട്ടിപ്ലെക്സിൽ പ്രധാനമായിട്ട് നമ്മൾ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ്, ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ്, കോഡ് ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് ഒക്കെ പറഞ്ഞത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മക്സും ഡിമക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ടാവുക അല്ലെ. ഇൻപുട്ടുകൾ ഒത്തിരി ഉണ്ട്, മക്സ് മൾട്ടിപ്ലെക്സ് ചെയ്യും, ഇതൊക്കെ കൂടെ ഒരൊറ്റ ചാനലിൽ കൂടെ അവർ സെൻഡ് ചെയ്യും. ഡിമക്സ് എന്ത് ചെയ്യും, വരുന്ന ആ ഇൻഫർമേഷൻ വീണ്ടും പഴയ പോലെ പല ഔട്ട്പുട്ടായിട്ട് പല സിഗ്നൽസ് ആക്കിയിട്ട് വീണ്ടും മാറ്റാണ് ചെയ്യാം അല്ലെ. ടൈപ്സ് ഓഫ് മൾട്ടിപ്ലെക്സിംഗ് ഇപ്പോൾ പറഞ്ഞത് കൂടാണ്ട് പിന്നെയും കുറേ മൾട്ടിപ്ലെക്സിംഗ് ടെക്നിക്കുകളുണ്ട്. ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ്, ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ്, കോഡ് ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ്, സ്പേസ് ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ്, പോളറൈസേഷൻ ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ്, വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് നമ്മളിപ്പോൾ കുറേ പഠിച്ചല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് പതുക്കെ ബാക്കിയുള്ള ടെക്നിക്കുകളൊക്കെ കുറച്ചുകൂടി ബാക്കിയുള്ള കമ്മ്യൂണിക്കേഷനിലേക്ക് അതൊരു ഉപകാരമായിട്ട് മാറിയത്. അതിനേക്കാളും ബെറ്റർ ആയിട്ട് നമുക്ക് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനും ഒക്കെ അതിന്റെ അഡ്വാൻസ്മെന്റ് ആയിട്ട് വന്നതാണ്. അപ്പോൾ അതിൽ ഇമ്പോർട്ടന്റ് ആണ് ഫൈബർ ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്, ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ അല്ലേ. ഇവിടെ നമ്മൾ സിഗ്നൽസ് ലൈറ്റിന്റെ സഹായത്തോടുകൂടി നമ്മൾ ഷെയർ ചെയ്യുന്നത് അല്ലെ, സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഫ്രീക്വൻസീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊരു ഡിവൈസ് അല്ലെങ്കിൽ ട്യൂബാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ കൂടെ നമുക്ക് ഇൻഫർമേഷൻസ് ലൈറ്റിന്റെ സഹായത്തോടുകൂടി ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഒന്നല്ല ഒത്തിരി ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളൊക്കെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാനുണ്ട്. ഇതാണ് ആ കേബിളുകളൊക്കെ അല്ലേ. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ട്രാവൽസ് ത്രൂ ഇറ്റ് ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്. ഇവിടെ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ലൈറ്റ് പോലെയാണ്, ലൈറ്റ് ആയിട്ടാണ് പോകുന്നത്. ലൈറ്റ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന വേവ് ഗൈഡിൽ കൂടെ ലൈറ്റ് ഇങ്ങനെ പോകും. ഓക്കെ, ഒരു ഗൈഡഡ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അതിൽ കൂടെ തന്നെ അതിനകത്തൂടെ തന്നെ ഗൈഡഡ് ആയിട്ടാണ് പോവുക. ആൻഡ് അതിന് പറയുന്ന പേരാണ് മോഡ്സ് ഓഫ് ദ വേവ് ഗൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രധാനപ്പെട്ട വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണത്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയാം അല്ലേ. അപ്പൊ അതില് അങ്ങനെ ഒരു ഫിനോമിനൻ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ദ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു ദ മാറ്റർ ദാറ്റ് ഇൻ ദ മാറ്റർ ഈസ് ദ ഇൻഡെക്സ് ഓഫ് റിഫ്രാക്ഷൻ. അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം ആണ് നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതിൽ സി എന്ന് പറയുന്ന സ്പീഡ് ഓഫ് ലൈറ്റ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. വി എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡൈഇലക്ട്രിക് അഥവാ നോൺ കണ്ടക്ടിങ് മെറ്റീരിയൽ. അങ്ങനെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ കണ്ടുപിടിക്കാം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിയമമാണ് സ്നെൽസ് ലോ എന്ന് പറയുന്നത്, വിച്ച് ഇസ് ദ റേഷ്യോ ഓഫ് സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസും എന്താണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം. അത് തമ്മിലുള്ള റേഷ്യോ ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് ആണ് n എന്ന് പറയുന്നത് അല്ലെ. ഫോർ ദ ലൈറ്റ് ഓഫ് എ ഗിവൺ കളർ ആൻഡ് ദ ലൈറ്റ്
ഓക്കെ, സ്നെൽസ് ലോ എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഐയും ആറും എന്താന്ന് പറഞ്ഞു. ഐ ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആർ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്. ഈ കോൺസ്റ്റന്റ് വാല്യൂ ആണ് റിഫ്രാക്ഷൻ ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ലൈറ്റ് റേ എന്ന് പറഞ്ഞ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു ഡെൻസർ ടു റെയർ മീഡിയത്തിലേക്ക് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻസിഡന്റ് റേ അല്ലെ, ഒരു നോർമലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 5 അത് റിഫ്രാക്ട് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആംഗിൾ 5 ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ആ 5 വാല്യൂ നമ്മൾ ഈ ഇൻസിഡന്റ് റേ കൂട്ടിക്കൂട്ടി വരുന്ന സമയത്ത്, അതിന്റെ ആംഗിൾ കൂട്ടിക്കൂട്ടി വരുന്ന സമയത്ത് പെർട്ടിക്കുലർ ആംഗിൾ എത്തുമ്പോൾ ഇത് എന്ത് ചെയ്യും, കറക്റ്റ് സർഫസിൽ കൂടി ഗ്രേസ് ചെയ്ത് പോകും അല്ലെ. അപ്പോൾ അത് എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ട് എന്താണ് 90 ഡിഗ്രി ആയിട്ടാണ് വരിക. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇതിന്റെ ആംഗിൾ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് താഴത്തേക്ക് വരും. ആ പ്രോസസ്സാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ലൈറ്റ്, നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ പ്രധാനപ്പെട്ട ആളും ഈ പറയുന്ന ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ലൈറ്റ് റേ പാസസ് ഇൻ ടു ഗ്ലാസ് ഇൻ സച്ച് കണ്ടീഷൻ ഇറ്റ് ഗെറ്റ്സ് ടോട്ടലി റിഫ്ലക്റ്റഡ് ബാക്ക് ഇൻ ടു ദ ഗ്ലാസ്. അപ്പൊ ഈ ആംഗിൾ പറയുന്ന പേരാണ് എന്താ, ക്രിട്ടിക്കൽ ആംഗിൾ. 90 ഡിഗ്രി ആവുന്ന ആംഗിളിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. അതും കഴിഞ്ഞ് പിന്നെയും കൂട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന ഫിനോമിന നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഫൈബറിന് പല പാർട്സ് ഉണ്ട് അല്ലെ. നമുക്കറിയാം മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞാൽ സിംഗിൾ സോളിഡ് ഡൈഇലക്ട്രിക് സിലിണ്ടർ ഓഫ് റേഡിയസ് എ ആൻഡ് ഇൻഡെക്സ് റിഫ്രാക്ഷൻ N1 എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് നമ്മളുടെ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട 3 പോർഷൻസ് ഉണ്ട്. അതിൽ കോറിൽ കൂടെയാണ് ഈ ലൈറ്റ് ഒക്കെ പാസ് ചെയ്യുന്നത്. അതിന് തൊട്ട് പുറകിൽ നമ്മൾ ക്ലാഡിംഗ് എന്ന് പറയുന്ന കവറിംഗ് ഉണ്ട്. ആ ക്ലാഡിങ്ങിനെയും കവർ ചെയ്തിട്ടാണ് ബഫർ കോട്ടിങ്. ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട 3 പോർഷൻസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനിലെ ഇൻഫർമേഷൻ പോകുന്നത് അല്ലെ. അപ്പൊ ഇലക്ട്രിക്കൽ ഇൻപുട്ട് സിഗ്നൽ വരുന്നു, ഡ്രൈവ് സർക്യൂട്ട് ട്രാൻസ്മിറ്ററിൽ ഡ്രൈവ് സർക്യൂട്ടും ലൈറ്റ് സോഴ്സും ഉണ്ട്. അപ്പോൾ ഇവിടെ ഇൻഫർമേഷൻ ഇവിടെ എത്തി, കണക്ടറിൽ കൂടി ഇതിങ്ങനെ പോകുന്നു. ആ മീഡിയം നമ്മുടെ ഒപ്റ്റിക്കൽ കേബിൾ ഉണ്ടല്ലോ, ഫൈബറിൽ കൂടിയാണ് ഇൻഫർമേഷൻ പോകുന്നത്. അപ്പോൾ ഒത്തിരി ഡിസ്റ്റൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് റീജനറേറ്ററിന്റെ സഹായം നമുക്ക് ആവശ്യമായിട്ട് വരും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഒപ്റ്റിക്കൽ ആംപ്ലിഫയറുടെ സഹായത്തോടു കൂടി ഈ വരുന്ന സിഗ്നലുകളെ തിരിച്ച് റിസീവറിലേക്ക് എത്തിക്കുന്നുണ്ട്. അവിടെ നമ്മൾക്ക് ഇൻപുട്ടായിട്ട് നമുക്ക് ലൈറ്റ് സോഴ്സ് LED പോലുള്ളതൊക്കെ നമ്മൾ ഉപയോഗിക്കുക. അതിൻ്റെ ഇവിടെ ഫോട്ടോ ഡിറ്റക്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇവിടെ ഫോർവേഡ് ബയസ് ആയിരിക്കും, ഇവിടെ റിവേഴ്സ് ബയസ് ആയിരിക്കും എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെ നമുക്ക് ഫൈനലി എന്താണ് കൊടുത്ത ഇൻപുട്ട് അതുപോലെ തന്നെ നമ്മൾക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇതാണ് അതിന്റെ ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയുന്നത് അല്ലെ. ഇനി കുറെ കണക്ടേഴ്സ് നമ്മൾ ഇതിലുണ്ട്. എന്തൊക്കെയാ കണക്ടേഴ്സ്? SC കണക്ടർ, LC കണക്ടർ, FC, ST, MPO, MTP, MTRJ, MU, E2000, VSFF, MDC, CS, SN, DIN, D4, ESCON, FDDI, SMA പറഞ്ഞ ഒത്തിരി ടൈപ്പ് ഓഫ് കണക്ടേഴ്സ് ഉണ്ട് അല്ലെ. നമുക്ക് അങ്ങനെ പല ടൈപ്പ് കണക്ടേഴ്സ് ഉണ്ട്. അതിൽ കുറച്ച് കണക്ടേഴ്സിനെ കുറിച്ചൊന്ന് നമുക്ക് ഓടിച്ച് നോക്കാം. ഫൈബർ ഒപ്റ്റിക് കണക്ടേഴ്സ് ടൈപ്സ്. ലൂസൻ കണക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് ഈ രൂപത്തിലായിരിക്കും, സ്ക്വയർ ഷേപ്പ്, ഡ്യൂപ്ലെക്സ് ആണ്. അതുപോലെ സ്മോൾ ഫോം ഫാക്ടർ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സ്റ്റാൻഡേർഡ് കണക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇതുപോലെ സ്ക്വയർ ഷേപ്പ് ആണ്, ഡ്യൂപ്ലെക്സ് ആണ്. പുഷ് പുൾ മെക്കാനിസം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ST കണക്ടേഴ്സിൽ സ്പ്രിംഗ് ലോഡഡ് ആണ്. ആൻഡ് ഇവിടെ നമ്മൾക്ക് ഈ രൂപത്തിലാണ് അതിന് കാണാൻ പറ്റുക. ഫെറൂൾ കോർ കണക്ടർ എന്ന് പറയുമ്പോൾ ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ക്രൂ മെക്കാനിസം ആണ് യൂസ് ചെയ്യുന്നത്. മൾട്ടി പൊസിഷൻ കണക്ടേഴ്സ് എന്ന് പറയുന്ന സമയത്ത് അവിടെ സിംപ്ലെക്സ് കണക്ടർ ആണ്. കണ്ടോ, ഇതുപോലെ രണ്ടൊന്നുമില്ല, പുഷ് പുൾ ലാച്ച് സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്. MTRJ കണക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ട്യൂബുലർ ലോക്ക് മെക്കാനിസം ഒക്കെയാണ് നമ്മൾ അതിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം 2 ടൈപ്പ് ഓഫ് ഫൈബേഴ്സ് ഉണ്ട്. മോഡിനനുസരിച്ചിട്ട് നമുക്കറിയാം ഫൈബേഴ്സിനെ പല രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് മോഡിനനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ മൾട്ടി മോഡ് ഫൈബറും സിംഗിൾ മോഡ് ഫൈബർ ഒക്കെ ഉള്ളത്. അതിൽ സിംഗിൾ മോഡ് ഫൈബർ എന്ന് പറയുമ്പോൾ വളരെ കോർ ഡയമീറ്റർ വളരെ കുറവാണ്, 9 മൈക്രോമീറ്റർ ഒക്കെ ഉള്ളൂ. അതേസമയത്ത് മൾട്ടി മോഡ് ഫൈബർ ആകുമ്പോൾ 50 മൈക്രോമീറ്റർ ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിലെന്ന് പറയുമ്പോൾ കറക്റ്റ് നമുക്ക് ആ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് പൊയ്ക്കോളും. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഇങ്ങനെ പല മൾട്ടി മോഡിൽ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ അത് സിംഗിൾ ആയിട്ട് അങ്ങോട്ട് പൊയ്ക്കോളും, അല്ലെങ്കിൽ സിംഗിൾ മോഡ് ഫൈബറിൽ. ഇതാണ് അതിന്റെ പ്രത്യേകത. ഇനി എന്താണ് ഒപ്റ്റിക്കൽ ഫൈബർ ഒപ്റ്റിക്കൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത്? ഒപ്റ്റിക്കൽ ആംപ്ലിഫയർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഇൻ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഡയറക്റ്റ് ആയിട്ട് ആംപ്ലിഫൈ ചെയ്യുക അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്യുക ഒപ്റ്റിക്കൽ ഡാറ്റ സിഗ്നലിനെ അതിന്റെ ഒരു ചേഞ്ചും ഇല്ലാണ്ട് ഇലക്ട്രിക്കൽ ഫോമിലേക്ക് നമ്മളതിനെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഒപ്റ്റിക്കൽ ആംപ്ലിഫയർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒപ്റ്റിക്കൽ ആംപ്ലിഫയർ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിഗ്നൽസിന് വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് നമുക്ക് കിട്ടുകയാണ് ചെയ്യുക അല്ലേ. ഇറ്റ് ഈസ് ടു ബി നോട്ടഡ് ദാറ്റ് ഇവിടെ ഗെയിൻ ഓഫ് ദ ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനൊക്കെ ആയിരിക്കും, വേവ് ലെങ്ത് ഓഫ് ട്രാൻസ്മിറ്റർ ലൈറ്റ് സിഗ്നൽ അതിന്റെ ഇന്റൻസിറ്റിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇതിന്റെ ഗെയിൻ ഉണ്ടാവുക. ഓക്കെ, ഇതാണ് ഒപ്റ്റിക്കൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്കറിയാം പൊതുവെ ആംപ്ലിഫയർ എന്ന് പറയുന്നത് വരുന്ന സിഗ്നലുകളിൽ ഒന്ന് ബൂസ്റ്റ് ചെയ്യും. അത് തന്നെയാണ് ഒപ്റ്റിക്കൽ ആംപ്ലിഫയറും ചെയ്യുന്നത്. വരുന്ന ഒപ്റ്റിക്കൽ സിഗ്നലുകളെ ജസ്റ്റ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. അതിനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ടൊന്നും കൺവേർട്ട് ഒന്നും ചെയ്യില്ല, ജസ്റ്റ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പോൾ ഒപ്റ്റിക്കൽ ആംപ്ലിഫയർ നമ്മൾ പറഞ്ഞിട്ട് ആംപ്ലിഫൈ ദ ഒപ്റ്റിക്കൽ സിഗ്നൽ ആണ്. Before that, the amplification of transmission signal was to realize the photoelectronic conversion, the electro-optical, അതായത് ലൈറ്റ് ടു ഇലക്ട്രിക്കൽ എനർജി ടു ലൈറ്റ് ഒക്കെ ആയിട്ടുള്ള കൺവേർഷൻ ആണല്ലോ നടക്കുക. അപ്പോൾ വിത്ത് ഒപ്റ്റിക്കൽ ആംപ്ലിഫയർ ഒപ്റ്റിക്കൽ സിഗ്നൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആംപ്ലിഫൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഒപ്റ്റിക്കൽ ആംപ്ലിഫയർ പലതരത്തിലുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒപ്റ്റിക്കൽ ഫൈബർ ആംപ്ലിഫയർ ആണ് ആദ്യം നമ്മൾ നോക്കുന്നത്. ഇറ്റ് ഈസ് ടു ഡോപ്പ് റെയർ എർത്ത് അയോൺസ് ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ എർബിയം, പ്രസിഡിമിയം, തുളിയം പോലെയുള്ളതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഡോപ്ഡ് ഫൈബർ ആംപ്ലിഫയർ എന്ന് പറയുന്നത് നമ്മൾ DFA എന്ന രീതിയിൽ നമ്മൾ തന്നെ അബ്രിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലൈറ്റ്ലി ഡോപ്ഡ് സിലിക്ക കോർ വിത്ത് എന്ത് ചെയ്യണം, റെയർ എർത്ത് എലമെന്റ്സ് വെച്ച് നമ്മൾ അതിനെ ഡോപ്പ് ചെയ്യണം. ഇവിടെ എർത്ത് എന്ന് പറയുമ്പോൾ എർബിയം ഡോപ്ഡ് ഫൈബർ ആംപ്ലിഫയർ ഒക്കെയാണ് അതിൽ വരിക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ മുമ്പ് നോക്കിയിട്ടുള്ളതാണ് അല്ലെ. ഇവിടെ ഗെയിൻ ബാൻഡ് വിഡ്ത്ത് ഓഫ് ഓരോ ഡോപ്പിന്റും ഡിഫറെന്റ് ആയിരിക്കും. ഗെയിൻ ബാൻഡ് ഓഫ് ദ എർബിയം ഡോപ്ഡ് ഫൈബർ എന്ന് പറയുന്നത് വൈഡ് ആണ്, കവറിങ് എല്ലാ ബാൻഡും SCL അങ്ങനെയുള്ള എല്ലാ ബാൻഡും അത് എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. ഗെയിൻ ബാൻഡ് തുളിയൻ ഡോപ്ഡ് എന്ന് പറയുമ്പോൾ S ബാൻഡ് മാത്രമേ കവർ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ പർപ്പസിനനുസരിച്ചിട്ട് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ രാമൻ ഒപ്റ്റിക്കൽ ആംപ്ലിഫയർ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ രാമൻ സ്കാറ്ററിംഗ് ആണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ആംപ്ലിഫയറിൽ. And energy is transferred to the signal light. So the signal light ഇവിടെ ആംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻ ദ പ്രോസസ് ഓഫ് കണ്ടിന്യൂസ് സ്കാറ്ററിംഗ് നടക്കുന്ന സമയത്ത്, രാമൻ സ്കാറ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനർജി എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് സിഗ്നൽ ലൈറ്റിലേക്ക്. അങ്ങനെ സിഗ്നൽ ലൈറ്റ് ആംപ്ലിഫൈ ആവാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ വർക്കിംഗ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് വളരെ വൈഡ് ആണ്, ഓൾമോസ്റ്റ് അൺലിമിറ്റഡ് ആണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ അത്. ഓക്കെ, ഇനി സെമി കണ്ടക്ടർ ഒപ്റ്റിക്കൽ ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ ഇവിടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ ലേസറിന്റെ അതേപോലെയുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ്. ഇവിടെ വർക്കിംഗ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് കുറച്ച് വൈഡ് ആണ്, എന്നാലും ഗെയിൻ റേഞ്ച് എന്ന് പറയുന്നത് കുറച്ച് സ്മോളർ ആണ്. അപ്പോൾ അതുകൊണ്ട് മാനുഫാക്ചറിങ് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഇതിലുണ്ട്. ഇവിടെ ഔട്ട്പുട്ട് നമുക്ക് കുറച്ച് സ്മോൾ ആയിട്ടാണ് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ഇനി ഒപ്റ്റിക്കൽ ആംപ്ലിഫയറിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? ഒപ്റ്റിക്കൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത് നമുക്ക് 3 രീതിയിൽ അതിനെ യൂസ് ചെയ്യാൻ പറ്റും. ബിറ്റ്വീൻ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ബൂസ്റ്റർ അല്ലെങ്കിൽ പവർ ആംപ്ലിഫയർ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ട്രാൻസ്മിഷൻ യൂണിറ്റിന് ശേഷം നമ്മൾ വെക്കും. അതെന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് എൻഹാൻസസ് ദ ലെവൽ ഓഫ് ദ സിഗ്നൽ ബിഫോർ ദ സിഗ്നൽ ഈസ് പ്രൊവൈഡഡ് ടു ദ ഒപ്റ്റിക്കൽ ലിങ്ക് ഫോർ ട്രാൻസ്മിഷൻ. ഇറ്റ് ഈസ് ഡൺ ഇൻ ഓർഡർ ടു അക്കംപ്ലിഷ് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ഒക്കെയാണ് നമ്മൾ ഈ രീതിയിലുള്ള ബൂസ്റ്റർ അല്ലെങ്കിൽ പവർ ആംപ്ലിഫയർ ആയിട്ട് നമ്മൾ അതിന് ട്രാൻസ്മിഷൻ യൂണിറ്റ് മുമ്പ് വെച്ചിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പവർ ആംപ്ലിഫയർ ആയിട്ട് നമുക്ക് ഈ ഒപ്റ്റിക്കൽ ആംപ്ലിഫയറിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മറ്റൊന്നെന്ന് പറയുന്ന സമയത്ത് ഇൻലൈൻ ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇറ്റ് ഈസ് പ്ലേസ് ഇൻ സം ഡിസ്റ്റൻസസ് ഇൻ ദ ഫൈബർ ലിങ്ക് ഇറ്റ്സെൽഫ്. അതായത് ട്രാൻസ്മിറ്റർ റിസീവറിനും ഇടയിലല്ല, ഈ ലിങ്കിനിടയിലാണ് ഈ പറയുന്ന ഇടയിൽ കൊണ്ട് വെക്കണം. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഓഫേഴ്സ് എ മീഡിയം ഗെയിൻ, ദെൻ ഇറ്റ് ബിക്കംസ് നെസസറി ടു പ്ലേസ് മൾട്ടിപ്പിൾ ഇൻലൈൻ ആംപ്ലിഫയേഴ്സ് ഇൻ കേസ് ഓഫ് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ. അപ്പോൾ നമുക്ക് ഗെയിൻ ഇടയ്ക്ക് കുറയണമെന്ന് കാണുന്ന സമയത്ത് ഇത് ഇൻലൈൻ ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഇൻലൈൻ ആംപ്ലിഫയർ യൂസ് ചെയ്താൽ അത് ഉപകാരമാണ്. അതുപോലെ നമുക്ക് പ്രീ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാം. റിസീവർ സെഷന് മുമ്പായിട്ടൊരു പ്രീ ആംപ്ലിഫയർ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇവിടെ എ പ്രീ ആംപ്ലിഫയർ ഹാവിംഗ് ഹൈ ഗെയിൻ ഈസ് ആംപ്ലിഫൈഡ് ബൈ എ പ്രീ ആംപ്ലിഫയർ ജസ്റ്റ് ബിഫോർ എൻട്രിങ്. റിസീവർ യൂണിറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് ഹൈ ഗെയിൻ ഉള്ളൊരു ആംപ്ലിഫയർ ആയിട്ട് നമുക്ക് ഇതിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമുക്ക് അറിയാമല്ലോ, വരുന്ന സിഗ്നൽസ് ചിലപ്പോൾ ഉദ്ദേശിച്ച പോലുള്ള ഇത് കിട്ടില്ലെങ്കിൽ അതിനൊന്ന് ജസ്റ്റ് ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് റിസീവറിലേക്ക് എത്തിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഹൈ ഗെയിൻ ആംപ്ലിഫയർ നമ്മളവിടെ ഉപയോഗിക്കണം അല്ലേ. ഇനി ഇതിന്റെ ഫംഗ്ഷണൽ അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് പറയുക, ട്രാൻസ്മിഷൻ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ കേബിളിന് ഹയർ ആണ്, മെറ്റൽ കേബിളിൽ വെച്ച് നോക്കുമ്പോൾ എമൗണ്ട് ഓഫ് ട്രാൻസ്മിഷൻ ഹയർ ആണ്. പവർ ലോസ് എന്ന് പറയുന്നത് കുറവായതുകൊണ്ട് തന്നെ നമ്മൾക്ക് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ഒക്കെ സാധിക്കും. ഇതുപോലെ സെക്യൂരിറ്റി കൂടുതലാണ്, നല്ല ഡാറ്റാസ് ഒക്കെ നമുക്ക് വളരെ സെക്യൂർ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫറൻസിന് ഒന്നും ഇത് പെട്ടെന്ന് അഫക്റ്റ് ചെയ്യില്ല. ദീസ് ആർ നോട്ട് അഫക്റ്റഡ് ബൈ ഇലക്ട്രിക്കൽ നോയ്സ്. നോയ്സിന് ഇത് എന്ത് ചെയ്യുന്നില്ല,
പെട്ടെന്ന് അഫക്റ്റ് ചെയ്യുന്നില്ല. ഇനി ഇതിന്റെ അപ്ലിക്കേഷൻസ് പറയുന്ന സമയത്ത് ടെലിഫോൺ സിസ്റ്റത്തിൽ, സബ്മറൈൻ കേബിൾ സിസ്റ്റത്തിൽ, CATV കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ, CCTV സർവൈലൻസ് ക്യാമറ ഉള്ള, അതുപോലെ ഫയർ, പോലീസ്, അത് അനദർ മറ്റേ എമർജൻസി സർവീസസ് ഒക്കെ ഇല്ല, അതൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫൈബർ ഒപ്റ്റിക്സ് ഉപയോഗിക്കാറുണ്ട്. ഹോസ്പിറ്റൽസ്, സ്കൂൾസ്, ട്രാഫിക് മാനേജ്മെന്റിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഒത്തിരി ഇൻഡസ്ട്രിയൽ യൂസേഴ്സ്, ഹെവി ഡ്യൂട്ടി കൺസ്ട്രക്ഷൻസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഫൈബർ ഒപ്റ്റിക്സ് ഇല്ലാണ്ട് ഇപ്പോൾ പറ്റാത്ത അവസ്ഥയാണ്. ഇനി ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ പ്രോപ്പർട്ടീസ് പറയാനാണെന്നുണ്ടെങ്കിൽ അത് ഒന്നുകിൽ ചിലപ്പോൾ ഗ്ലാസ് കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ നമ്മൾക്ക് ഉണ്ടാക്കാം. ഡയമീറ്റർ നമ്മുടെ മുടി എടുത്തു കഴിഞ്ഞാൽ അത്ര പോലും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അത്രയും ചെറുതായിട്ട് നമുക്ക് കിട്ടാം. ആൻഡ് ദേ മേ ബി മെനി മൈൽസ് ലോ, ഒരുപാട് ലെങ്ത് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇവിടെ ലൈറ്റ് എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അലോങ് ദ സെന്റർ ഓഫ് ഫൈബർ, ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് ഈ ഫൈബറിന്റെ സെന്ററിൽ കൂടെയാണ് അത് പോകുന്നത്. ആൻഡ് സിഗ്നൽ മേ ബി ഇമ്പോസ്ഡ്. ഫൈബർ ഒപ്റ്റിക് സിസ്റ്റം ആ സുപ്പീരിയർ ടു മെറ്റാലിക് കണ്ടക്ടേഴ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി സുപ്പീരിയർ ആണ്. നമ്മൾ പറഞ്ഞ കുറേ ബെനിഫിറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ മെറ്റാലിക് കണ്ടക്ടേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുന്നത് ബെറ്റർ ആണ് ഒപ്റ്റിക് ഫൈബർ. ഫ്ലെക്സിബിൾ ഒക്കെ ആണല്ലോ ഒപ്റ്റിക് ഫൈബർ, ഫ്ലെക്സിബിൾ ആണ്, ബട്ട് എക്സ്ട്രീംലി തിന്നാണ്. അതുപോലെ ട്രാൻസ്പാരന്റ് സ്ട്രാൻഡ് ഓഫ് പ്യുവർ ഗ്ലാസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഹ്യൂമൻ ഹെയറിന്റെ അതിനേക്കാളും വലുതായിട്ട് നമുക്ക് വരില്ല ഒരിക്കലും. വലിയൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ബാൻഡ് വിഡ്ത്ത് തന്നെയാണ് നമുക്ക്. ബിക്കോസ് ഓഫ് ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഇറ്റ് ഈസ് പോസിബിൾ ടു ട്രാൻസ്മിറ്റ് എ സിഗ്നൽ ദാറ്റ് കണ്ടെയ്ൻസ് കൺസിഡറബിളി മോർ ഇൻഫർമേഷൻ ദാറ്റ് ഈസ് പോസിബിൾ വിത്ത് മെറ്റൽ കണ്ടക്ടർ. മെറ്റാലിക് കണ്ടക്ടേഴ്സ് ഉപയോഗിച്ച് നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിനേക്കാളും നല്ല രീതിയിൽ ഇതിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അത് അതിൻ്റെ ഒരു ഗുണം. ആൻഡ് നമുക്ക് ഇനി ഇതിലുള്ള ലോസുകളെ കുറിച്ച് പറയാനാണെങ്കിൽ ആദ്യത്തെ ലോസ് ആണ് അബ്സോർപ്ഷൻ ലോസ്. അതെങ്ങനെയാണ്? വെൻ ലൈറ്റ് ഈസ് അബ്സോർബ്ഡ്, ഈ പറയുന്ന ഇമ്പ്യൂരിറ്റീസ് ഒക്കെ അതിൽ പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ ലൈറ്റ് എന്ത് ചെയ്യും? മെറ്റീരിയലിലേക്ക് അബ്സോർബ് ചെയ്യും. പോകേണ്ട ലൈറ്റിനെ മെറ്റീരിയൽ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാണല്ലോ, ലോസ് അവിടെ ഉണ്ടാവുന്നു. സ്കാറ്ററിംഗ് ലോസ് എന്ന് പറയുമ്പോൾ ലൈറ്റ് എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് വേരിയേഷൻ, ഈ ഫൈബർ മെറ്റീരിയലിലൊക്കെ എന്തെങ്കിലും ഒരു വ്യത്യാസം, അതിന്റെ സ്ട്രക്ചറിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അവിടെ അത് സ്കാറ്റർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ സ്കാറ്ററിംഗ് ലോസ് ഉണ്ടാവാം. ഡിസ്പേർഷൻ ലോസ് എന്ന് പറയുമ്പോൾ ലൈറ്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് സ്പീഡിലായിരിക്കുമല്ലോ ഫൈബറിൽ കൂടെ പോകുന്നുണ്ടാവും, പല വേവ് ലെങ്ത് ഉള്ളത് പല സ്പീഡിൽ പോകും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഡിസ്റ്റോർട്ടഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്, അങ്ങനെ ഡിസ്പേർഷൻ ലോസ് ആവാം. ബെൻഡിങ് ലോസ് എന്ന് പറയുമ്പോൾ ഫൈബറിന്റെ കർവേച്ചർ, ഫൈബർ ഇങ്ങനെ നീളത്തിൽ തന്നെ ആയിരിക്കില്ലല്ലോ, ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വളയാം, അങ്ങനെ വരുമ്പോൾ അവിടെ ബെൻഡിങ് ലോസ് ഉണ്ടാവാം. കണക്ടർ ലോസ് എന്ന് പറയുമ്പോൾ വെൻ ലൈറ്റ് ഈസ് ലോസ് ഡ്യൂ ടു ദ ഇംപെർഫെക്റ്റ് അലൈൻമെന്റ് ഓഫ് സ്പ്ലൈസിംഗ് ഓഫ് ദ ഫൈബർ. നമുക്കറിയാം ഒരു ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റർ റിസീവറിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു കണക്ഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ കണക്ടേഴ്സ് യൂസ് ചെയ്ത് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും അലൈൻമെന്റ് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം? കണക്ടർ ലോസ് അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. ടൈപ്സ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ നമുക്കറിയാം പല രീതിയിലുണ്ട്. റിഫ്രാക്റ്റ് ഇൻഡെക്സ്, മെറ്റീരിയൽസ്, മോഡ് ഓഫ് ലൈറ്റ് പ്രൊപ്പഗേഷൻ, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് പല രീതിയിലുള്ള ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഉണ്ട്. ഇൻ ടേംസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഒപ്റ്റിക്കൽ ഫൈബേഴ്സിനെ നമുക്ക് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ, ഗ്രേഡ് ഇൻഡെക്സ് ഫൈബർ എന്നൊക്കെ പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറയുമ്പോൾ സിംഗിൾ യൂണിഫോം ഇൻഡെക്സ് ഓഫ് റിഫ്രാക്ഷൻ ആണ് ആൻഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ കോർ എൻസർക്കിൾഡ് ബൈ ഒരു കോറും അതിനെ ചുറ്റിട്ടൊരു ക്ലാഡിംഗ് ഉണ്ടാകുന്ന രീതിയിലാണ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ വരുന്നത്. പിന്നെ മറ്റൊന്നാണ് ഗ്രേഡ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറയുമ്പോൾ ഇവിടെ റേഡിയൽ ഡിസ്റ്റൻസ് ഫ്രം ദ ഫൈബർ ആക്സിസ് എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? യൂണിഫോം ആയിരിക്കില്ല, സെന്ററിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്തോറും എന്ത് ചെയ്യും? അവിടെ വേരി ചെയ്യും, ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ഇനി മെറ്റീരിയൽസിന്റെ കേസ് എടുക്കുന്ന സമയത്ത് പോളി മീഥൈൽ മെത്തക്രിലേറ്റ് എന്ന് പറയുന്നത് വിച്ച് ഈസ് അത് കോർ മെറ്റീരിയൽ ആയിട്ട് പ്ലാസ്റ്റിക് ഒപ്റ്റിക്കൽ ഫൈബറിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പോലെ തന്നെ ഫൈൻ ഗ്ലാസ് ഫൈബേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ഫൈബർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇനി മോഡ് ഓഫ് പ്രൊപ്പഗേഷനെ വെച്ചിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ സിംഗിൾ മോഡ് ഫൈബറും മൾട്ടി മോഡ് ഫൈബറും. സിംഗിൾ മോഡ് ഫൈബർ എന്ന് പറയുന്ന സമയത്ത് ഈ ഫൈബേഴ്സ് എന്ന് പറയുന്നത് ലോങ് ഡിസ്റ്റൻസിലേക്ക് ട്രാൻസ്മിഷനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. മൾട്ടി മോഡ് എന്ന് പറയുന്ന സമയത്ത് ഷോർട്ട് ഡിസ്റ്റൻസിനൊക്കെ വേണ്ടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കാം. ഇനി നമ്മൾ ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഗ്രേഡും സ്റ്റെപ്പും സിംഗിളും മൾട്ടിമോഡും ഒക്കെ കൂടെ ചേർന്നിട്ട് പല രീതിയിൽ നമുക്ക് ഉണ്ട് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. അതാണ് സ്റ്റെപ്പ് ഇൻഡെക്സ് സിംഗിൾ മോഡ് ഫൈബർ, ഗ്രേഡഡ് ഇൻഡെക്സ് സിംഗിൾ മോഡ് ഫൈബർ, സ്റ്റെപ്പ് ഇൻഡെക്സ് മൾട്ടിമോഡ് ഫൈബർ, ഗ്രേഡഡ് ഇൻഡെക്സ് മൾട്ടിമോഡ് ഫൈബർ. An essential but often overlooked part of the ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അതിൽ ഫൈബർ ഒപ്റ്റിക് കേബിൾസ് തന്നെയാണ്. ഇത് എപ്പോഴും കൃത്യമായിട്ട് കണക്ഷൻ ഉണ്ടോ, കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം, ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം.
ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ അത് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്തിയിട്ട് അതിനെ ആ ഹെൽത്തി കണ്ടീഷനിൽ നിലനിർത്തി പോകാനായിട്ട് സാധിക്കുള്ളൂ. ഇന്ന് നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞ 7-8 കൊല്ലം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ട് ഇരിക്കണം. ഫൈബർ ഒപ്റ്റിക് ടെസ്റ്റിംഗ് മെത്തേഡുകൾ ഏതൊക്കെയാണ്? അത് പ്രിൻസിപ്പൽ റീസൺ ഫോർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ നമുക്ക് അറ്റന്വേഷനോ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ കണ്ടിന്യൂസ് ചെക്ക് ചെയ്യണം. ഇല്ലാണ്ടിരുന്നു കഴിഞ്ഞാൽ മിസ്റ്റേക്സ് നമ്മൾ മനസ്സിലാക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ലോസസ് അവിടെ ഉണ്ടാവും അല്ലേ. അവിടെ 3 സ്റ്റാൻഡേർഡ് മെത്തേഡ്സ് ആണ് ഈ പറയുന്ന ഫൈബർ ഒപ്റ്റിക് കേബിളിംഗിൽ ടെസ്റ്റിങ്ങിലുള്ളത്. അതൊന്ന് വിസിബിൾ ലൈറ്റ് സോഴ്സ്, മറ്റേത് പവർ മീറ്റർ ആൻഡ് ലൈറ്റ് സോഴ്സ്, മറ്റേത് ഒപ്റ്റിക്കൽ ടൈം ഡൊമൈൻ റിഫ്ലക്ടോമീറ്റർ എന്ന് പറയുന്നത്. ഇങ്ങനെ 3 മെത്തേഡാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വിസിബിൾ ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഫൈബർ ഒപ്റ്റിക് കേബിളിംഗിൽ അതിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നത് വിസിബിൾ ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ ഫൈബർ ഒപ്റ്റിക് ട്രാൻസ്മിഷൻ വർക്ക് എന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് പോർഷനിലായതുകൊണ്ട് തന്നെ നമുക്കത് ഇൻവിസിബിൾ ആണ്, കണ്ണിന് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ വി ക്യാൻ യൂസ് വിസിബിൾ ലൈറ്റ് സോഴ്സ് ഇപ്പോൾ ട്രബിൾ ഷൂട്ട് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ടെസ്റ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വിസിബിൾ ലൈറ്റ് സോഴ്സ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ ടൈപ്സ് ആ വിഷ്വൽ ഫോൾട്ട് ഫൈൻഡേഴ്സ് അല്ലെങ്കിൽ വിസിബിൾ ഫോൾട്ട് ലൊക്കേറ്റേഴ്സ് ആയിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത് ഒത്തിരി പ്രൊസീജിയേഴ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യണം കേട്ടോ. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പവർ മീറ്റർ ആൻഡ് ലൈറ്റ് സോഴ്സ് ടെസ്റ്റിംഗ് ആണ്. അത് 1 ജമ്പർ മെത്തേഡാണ്. പവർ മീറ്റർ ആൻഡ് ലൈറ്റ് സോഴ്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഫ്രീക്വൻലി റെഫേർഡ് ടു ആസ് 1 ജമ്പർ മെത്തേഡ് എന്ന് നമ്മൾ തന്നെ പറയാറുണ്ട്. ജമ്പർ മെത്തേഡ് എന്ന് പറയുന്നത് അക്യുറേറ്റ് വേ ഓഫ് മെഷർമെന്റ്, അറ്റന്വേഷനും ഒക്കെ മെഷർ ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡാണ്. ഒരു എൻഡ് ടു എൻഡ് സിങ്ക്, അതായത് ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് സിഗ്നൽ ലോസ് ഒക്കെ നടക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഈ ഒരു ടെസ്റ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തെ മെത്തേഡ് ഒപ്റ്റിക്കൽ ടൈം ഡൊമൈൻ റിഫ്ലക്ടോമീറ്റർ ടെസ്റ്റിംഗ് മെത്തേഡാണ്. അപ്പോൾ യൂസിങ് ഒപ്റ്റിക്കൽ ടൈം ഡൊമൈൻ റിഫ്ലക്ടോമീറ്റർ ടെസ്റ്റിംഗിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മെഷർ ദ ലെങ്ത് ഓഫ് ഫൈബർ ഒപ്റ്റിക് കേബിളിന്റെ ലെങ്ത് മെഷർ ചെയ്യാം, അറ്റന്വേഷൻ ആൻഡ് എനി ഇവന്റ്സ് ഒക്കറിംഗ് ഓൺ ഫൈബർ സെഗ്മെന്റ്. ഫൈബർ സെഗ്മെന്റിൽ എന്തെങ്കിലും ഇവന്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. ഇവന്റ്സ് എന്ന് പറയുമ്പോൾ സ്പ്ലൈസസ്, സ്ട്രെസ് പോയിന്റ്സ്, ബ്രേക്സ് ദാറ്റ് കോസ് അൺഅക്സെപ്റ്റബിൾ amounts of attenuation on the length of fiber. എന്തെങ്കിലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അറ്റന്വേഷൻ ഒക്കെ സംഭവിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ OTDR ടെസ്റ്റിംഗ് ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ 7th മൊഡ്യൂളിനെ കുറിച്ചിട്ടൊന്ന് ഓട്ടിച്ചിട്ട് പറയാനായിട്ട് ഉള്ളത്. ഇതിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റിയിട്ടില്ല, ഒരു ചെറിയ സെഷൻ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ സെക്ഷൻ മാക്സിമം നിങ്ങളുടെ എല്ലാ പോർഷൻസും കവർ ചെയ്തതിന് ശേഷം ഇത് നോക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, താങ്ക് യു.